ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. മൂവി തുടങ്ങുമ്പോൾ ടൈറ്റിൽ കാർഡ്സിന്റെ കൂടെ ഇമേജസ് വെച്ചിട്ട് കുറച്ച് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ആദ്യം നമുക്ക് മൂവിയുടെ എക്സ്പ്ലനേഷൻ കണ്ട ശേഷം ആ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകളിൽ തീ പിടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തോന്നിക്കുന്ന ഒരു ബിൽഡിങ്ങിനുള്ളിൽ നായികയായ ചന്ദ്ര ഇരിക്കുന്നു. അവിടെ ഉണ്ടായ ആ തീപിടുത്തത്തിനും അവളിപ്പോൾ പേടിച്ചിരിക്കുന്നതിനും എല്ലാം തന്നെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അവള് പെട്ടെന്ന് തന്നെ പ്രകാശ് എന്ന് പറയുന്ന ഒരാളെ ഫോൺ ചെയ്യുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ പ്രകാശ് അവളോട് ചോദിക്കുന്നത് കിട്ടിയോ എന്നാണ്. തന്റെ കയ്യിലുള്ള ബാഗിലേക്ക് നോക്കിക്കൊണ്ട് അതേന്ന് അവള് മറുപടിയും പറയുന്നു. അയാൾ പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം എടുക്കാനാണ് ചന്ദ്ര അവിടേക്ക് വന്നത്. സാധനം കിട്ടിയ സ്ഥിതിക്ക് നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം. ഇഷ്താറിന്റെ ആൾക്കാര് എപ്പോ വേണമെങ്കിലും അവിടേക്ക് എത്തും. അയാളത് പറഞ്ഞു തീർന്നതും അവളിരിക്കുന്ന അടുത്തേക്ക് ആരൊക്കെയോ വരുന്ന സൗണ്ട് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രകാശ് അവളോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നീ അവർക്ക് പിടികൊടുക്കാൻ പാടില്ല. മൂത്തോന് നീ മകളെ പോലെ തന്നെയാണ്. അങ്ങനെയല്ലാന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. അവൾ ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും അവളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്രകാശ് പറഞ്ഞ പോലെ തന്നെ ഇഷ്താറിന്റെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വന്ന ഒരു ലേഡിയുടെ ഡ്രസ്സിലായിട്ട് ഒരു ആനയുടെ ചിഹ്നവും നമുക്ക് കാണാം. ആ ലേഡി ആർക്കോ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു, അവളെ ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. ചന്ദ്രയെ പിടിക്കാൻ പക്ഷേ ഈ ലേഡിക്ക് കഴിഞ്ഞില്ല. ലേഡിയുടെ കണ്ണു വെട്ടിച്ച് അതിസാഹസികമായിട്ട് ചന്ദ്ര അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ നടക്കുന്ന സ്റ്റോറി മുഴുവൻ മറ്റൊരു ടൈമിൽ നടക്കുന്നതാണ്. ആ ഒരു സീൻ തൽക്കാലം അവിടെ കട്ട് ചെയ്യുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിക്ക് ചെയ്യാൻ വരുന്ന പ്രകാശിനെയാണ്. അന്നയുടനെ ചന്ദ്ര പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന്. മൂത്തോൻ പറഞ്ഞിട്ടാണ് പ്രകാശ് ചന്ദ്രയെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം മൂപ്പര് തന്നെ പറയുമെന്ന് പ്രകാശ് അവളോട് പറയുന്നു. സ്വീഡനിൽ നിന്നാണ് ചന്ദ്ര ഇപ്പോൾ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നത്. അവരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പ്രകാശ് ആകട്ടെ ലോക്കലായിട്ടുള്ള കുമാർ എന്ന് പറയുന്ന ഒരു പയ്യനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ വിശ്വസിക്കാമോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല, കൂടെ നിന്നോളൂ എന്ന് പ്രകാശ് പറയുന്നു. പ്രകാശ് ചന്ദ്രയും കൂട്ടി ആദ്യം പോകുന്നത് ടോം ഐസക് എന്ന് പറയുന്ന ഒരാളെ കാണാനാണ്. അവളെ കണ്ടുടനെ അയാൾ ചോദിക്കുന്നത്, നീ ജീവനോടെ ഉണ്ടല്ലേ, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന്. അതിന് മറുപടിയായിട്ട് തിരിച്ച് ചന്ദ്ര പറയുന്നത് താൻ ശരിക്കും വയസ്സായി പോയെന്നാണ്. ഇവരുടെ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ചന്ദ്ര ഇയാൾ ആദ്യം കാണുന്ന സമയത്ത് ഇയാൾ ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ചന്ദ്ര എപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. എന്നാൽ ഇയാൾക്ക് വയസ്സായിരിക്കുന്നു. ചന്ദ്രയ്ക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ID കാർഡ്സ് എല്ലാം തന്നെ അയാൾ അവിടെ തന്നെ നിർമ്മിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് ചന്ദ്ര ഒരു ബുക്ക് കാണുന്നുണ്ട്. അതിന്റെ പേര് ദേ ലിവ് എമംഗ് അസ് എന്നായിരുന്നു. അതിനർത്ഥം അവർ നമുക്കിടയിൽ ജീവിക്കുന്നു. ജോസഫ് ഡൊമിനിക് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ബുക്കായിരുന്നു അത്. ടോം ചന്ദ്രയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. അവളോടത് വായിച്ചു നോക്കാനും അയാൾ ആവശ്യപ്പെടുന്നു. ഈ ബുക്ക് എഴുതിയ ജോസഫ് ഡൊമിനിക് ആരാണെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ടോം പറയുന്നത് അതൊരു പെറ്റ് നെയിം മാത്രമാണെന്നാണ്. അയാളുടെ യഥാർത്ഥ പേര് മറ്റെന്തോ ആണ്. അവളുടെ ഐഡിയും പാസ്പോർട്ടും എല്ലാം ടോം അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ചിലപ്പോ ഇനി നീ വരുമ്പോൾ ഞാനിവിടെ കാണണമെന്നില്ല, പക്ഷെ അതിനു പകരം ഇതെല്ലാം ചെയ്തു തരാൻ എന്റെ മകനുണ്ടാകും. അങ്ങനെ പ്രകാശ് ചന്ദ്രയെ അവളുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നു. അവൾ വരുമ്പോഴൊക്കെ താമസിക്കുന്നത് സ്ഥിരമായിട്ടൊരു പ്ലേസിലായിരുന്നു. അവിടെ എല്ലാം തന്നെ പൊടി പിടിച്ച് കിടക്കുന്ന കാരണം അവൾ അതെല്ലാം തന്നെ ക്ലീനാക്കി. ചന്ദ്രയുടെ ഷെൽഫില് എല്ലാ തരത്തിലുള്ള മതപുസ്തകങ്ങളും ഉണ്ട്. അവൾ പല നിറത്തിലുള്ള ഐ ലെൻസുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. ആ ഷെൽഫിന്റെ പിന്നിലായിട്ട് ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. ആ അറയ്ക്കുള്ളിൽ പുരാതനമായിട്ട് ചില വസ്തുക്കളുണ്ടായിരുന്നു. ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു പെട്ടി അവൾ തുറക്കുന്നു. അതിനുള്ളിൽ കുറച്ച് ക്യാഷും ഒരു കത്തിയും ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ പൊടി പിടിച്ച് കിടന്ന കുറെ ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ട് അവളുടെ റൂമിന്റെ ചുറ്റുമുള്ള ജനലിലെല്ലാം തന്നെ അവൾ അത് ഒട്ടിച്ചു. ഒരു ചെറിയ സൂര്യപ്രകാശം പോലും അകത്തേക്ക് കിടക്കാത്ത രീതിയിലായിരുന്നു അവൾ അതെല്ലാം ഒട്ടിച്ചത്. അങ്ങനെ ജനലിന്റെ അടുത്ത് നിന്ന് അത് ഒട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അയൽവീട്ടിൽ താമസിക്കുന്ന നായകനായ സണ്ണിയെ അവൾ കാണുന്നു. സണ്ണിയെ പെട്ടെന്ന് കണ്ടതും ഒരു നിമിഷം ചന്ദ്ര അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. തൊട്ടയൽവക്കത്ത് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടതും സണ്ണിയും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നു നിൽക്കുകയായിരുന്നു. ചന്ദ്ര പെട്ടെന്ന് അവളുടെ ജനലടച്ചു. സണ്ണിയും അവന്റെ കൂട്ടുകാരൻ വേണുവുമാണ് അവിടെ സ്ഥിരമായി താമസിക്കുന്നത്. അന്ന് അവിടെ ചെറിയൊരു പാർട്ടി നടക്കുകയായിരുന്നു. ആ പാർട്ടിയിലേക്ക് സണ്ണിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് അനു കടന്നു വരുന്നു. അനു സണ്ണിയോട് പറയുന്നുണ്ട്, ഇതിന്റെ ബോയ് ഫ്രണ്ട് സ്കറിയാണെന്നും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയാണെന്നും. പക്ഷെ അവളുടെ ബോയ് ഫ്രണ്ടിന് പൂച്ചയെ അലർജിയാണ്. അത് കാരണം ഇവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് സണ്ണി അനുവിന് ഗിഫ്റ്റ് ചെയ്ത ഒരു ചെറിയ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അതിപ്പോ വളർന്ന് വലുതായി. ജാങ്കോ എന്നാണ് അതിന്റെ പേര്. അതിനെ തനിക്ക് നോക്കാൻ പറ്റില്ല എന്നും നീ തന്നെ ഇതിനെ തിരിച്ചെടുക്കണമെന്നും അവള് പറയുന്നു. ഈ ജാങ്കോയ്ക്ക് ചെവി കേൾക്കില്ല, അതുകൊണ്ട് അതിനെ നല്ലപോലെ കെയർ ചെയ്യണമെന്ന് അനു അവനോട് പറയുന്നുണ്ട്. അവനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൊളിയാൻ കാരണം സണ്ണിയുടെ ഫ്രണ്ട്സ് ആണെന്നാണ് അനു എപ്പോഴും പറയുന്നത്. സണ്ണിയുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു വേണുവും നൈജിലും. വേണു MBBS പഠിച്ചുകൊണ്ടിരുന്നത്. അവൻ അവന്റെ എക്സാം ഒന്നും തന്നെ ഇപ്പോഴും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സണ്ണി അവന്റെ ജോലിയൊക്കെ വിട്ടിട്ട് ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരുടെ കാശും പറ്റിച്ച് ഇവിടെ ഇരിക്കുകയാണെന്നും അനു പറയുന്നുണ്ട്. എന്താണെങ്കിലും ജാങ്കോയെ നല്ലപോലെ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. സണ്ണി തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് അയൽവക്കത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന്. അന്ന് പാർട്ടിക്ക് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രണ്ട്സ് ഒക്കെ പോയെങ്കിലും അവരുടെ ഏതോ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു പയ്യനാകട്ടെ അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. തൽക്കാലം സണ്ണിയും കൂട്ടരും അവനെ വിളിക്കാനൊന്നും നിന്നില്ല. അവൻ അവിടെ കിടന്നുറങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഇവർ 3 പേരും ഒരു പബ്ബിലേക്ക് പോയി കുറെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അതേസമയം ചന്ദ്രയ്ക്ക് ഒരു ബോക്സിലായിട്ട് കുമാർ ഇടയ്ക്കിടയ്ക്ക് പാഴ്സൽ കൊണ്ടു കൊടുക്കുന്നതും കാണാം. ചന്ദ്ര പിന്നീട് ഒരു കഫേയിൽ ജോലിക്ക് കയറുന്നുണ്ട്. അവൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു പ്രിഫർ ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം തനിക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് പകലത്തെ ജോലി പറ്റില്ല എന്ന് അവൾ അവരോട് പറയുന്നു. അങ്ങനെ ആ കഫേയിൽ അവൾ ജോലിക്ക് കയറിയ ശേഷം അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ സ്ഥിരമായിട്ട് ശല്യം
ചെയ്യുന്ന ഒരു പയ്യനെ അവൾ കാണുന്നു. സുന്ദർ എന്നായിരുന്നു അവന്റെ പേര്. കുറെ നാളായിട്ട് ഈ പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണ് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പെൺകുട്ടി നോ പറഞ്ഞിട്ടും അവൻ പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ചന്ദ്ര പിന്നീട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഡോളറുമായിട്ട് സണ്ണി എന്ന് പറയുന്ന ഒരാളെ കാണാൻ പോകുന്നു. അത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് ഇന്ത്യൻ റുപ്പീസ് അവന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നു. അവനാകട്ടെ ചന്ദ്രയോട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ നേരത്തെ സെമിനാറിയിലായിരുന്നില്ലേ, ഇപ്പൊ അവിടുന്ന് ചാടിയോ എന്ന്. അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവിടെ നിന്നും ചാടി, എനിക്ക് അവിടെ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന്. ചന്ദ്ര ഇപ്പൊ വന്ന ഇതേ ഹോളി ഗ്രെയിൽ കഫേയിൽ തന്നെയായിരുന്നു സണ്ണിയും കൂട്ടുകാരും ഫുഡ് കഴിക്കാൻ വന്നത്. അവിടെ വെച്ച് ചന്ദ്രയെ കണ്ടിട്ട് അയലത്തെ ആ സുന്ദരി ഇതാണെന്ന് സണ്ണി തന്റെ കൂട്ടുകാരോടും പറയുന്നുണ്ട്. സണ്ണി തന്റെ കൂട്ടുകാരുടെ കൂടെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ സുന്ദർ എന്ന് പറയുന്ന ആളും രണ്ടുപേരും ചേർന്നിട്ട് ഓട്ടോയിൽ വന്ന് വഴിയിലൂടെ നടന്നുപോയ ഒരാളെ ഇഞ്ചക്ട് ചെയ്ത് മയക്ക് കിടത്തി കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്ന ന്യൂസ് ചാനൽസിലെല്ലാം തന്നെ ഓർഗൻ മാഫിയെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു. ബാംഗ്ലൂർ നഗരത്തിലെ പലയിടങ്ങളിൽ നിന്നും ആൾക്കാരെ കാണാതാകുന്നു. അവരുടെ എല്ലാ ഓർഗൻസ് എടുത്ത് പുറം നാടുകളിലേക്ക് കയറ്റി അയക്കുന്നു. നേരത്തെ സുന്ദറും കൂട്ടരും ഒരാളെ തട്ടിക്കൊണ്ടുപോയില്ലേ, അവര് ഈ ഓർഗൻ ട്രാഫിക്കിന്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് സണ്ണിയോട് അയൽവീട്ടിലെ കുട്ടി വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ പൂച്ച റോഡിലേക്ക് ഓടിപ്പോയിന്ന്. അങ്ങനെ സണ്ണി റോഡിലേക്ക് ഇറങ്ങിപ്പോയി തന്റെ പൂച്ചയും പിടിച്ച് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഒരു വണ്ടി വരുന്നു. അടുത്ത നിമിഷം അത് അവനെ ഇടിക്കും. പക്ഷെ ആരോ വന്ന് പെട്ടെന്ന് അവനെ ആ വണ്ടിയുടെ മുന്നിൽ നിന്നും ദൂരേക്ക് തള്ളിയെറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അവനെ ആ വണ്ടി ഇടിക്കാതിരുന്നത്. ആൾക്കാരെല്ലാം ഓടിക്കൂടി എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട്. ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് സണ്ണി കണ്ണടച്ച് ആലോചിക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ചന്ദ്രയാണ് തന്നെ രക്ഷിച്ചതെന്ന്. അതും സാധാരണ ഒരു മനുഷ്യൻ വരുന്ന വേഗതയിലായിരുന്നില്ല അവൾ വന്നത്. അമാനുഷികമായ എന്തൊക്കെയോ ശക്തി അവൾക്കുള്ള പോലെയായിരുന്നു അവൾ പറന്നു വന്ന് അവനെ അവിടെ നിന്നും തള്ളി മാറ്റിയത്. അത് ശരിക്കും നടന്നതാണോ ഇനി തന്റെ തോന്നലാണെന്ന് പോലും സണ്ണിക്ക് ഡൗട്ട് തോന്നി. പിന്നീട് കാണിക്കുന്നത് നഗരത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്തു പോകുന്ന സുന്ദറിനെയും കൂട്ടരെയുമാണ്. അവരുടെ വരവ് കണ്ടപ്പോഴേ പേടിച്ചുപോയ പെൺകുട്ടിയാകട്ടെ അടുത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് പോകുന്നു. ജീപ്പിലുണ്ടായിരുന്നത് ഇൻസ്പെക്ടർ നാച്ചിയപ്പയും മറ്റൊരു പോലീസുകാരനായ ജഗദീഷുമായിരുന്നു. ആ പെൺകുട്ടി അവരെ തന്നെ ഫോളോ ചെയ്യുന്നു, ശല്യം ചെയ്യുന്നു എന്ന് നാച്ചിയപ്പയോട് കംപ്ലൈന്റ് പറയുമ്പോൾ നാച്ചിയപ്പയാകട്ടെ അവരെ ഒന്ന് നോക്കി അടുത്തുള്ള ക്യാമറയെ നോക്കിയ ശേഷം ആ പെൺകുട്ടിയാണ് വഴക്ക് പറയുന്നത്. പെൺകുട്ടികൾ അസമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല എന്നും നീ എവിടെ നിന്നാ വന്നത്, എങ്ങോട്ടാ പോകുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കുന്നു. ആ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് അവരെന്നെ ശല്യം ചെയ്യാൻ വന്നു എന്ന് അയാളോട് എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിലും ഈ സമയത്ത് പെൺകുട്ടികൾ വീട്ടിലായിരിക്കണം കാണേണ്ടതെന്ന് തിരിച്ച് അവളോട് അയാൾ പറയുന്നു. തന്നെ ശല്യം ചെയ്യാൻ വന്നവരെ ഒന്നും പറയാതെ അവരെ വെറുതെ വിട്ടുകൊണ്ട് തന്നോട് ചൂടാകുന്ന അയാളോട് ആ പെൺകുട്ടിക്ക് കുറച്ച് ദേഷ്യം തോന്നുന്നു. ആ സമയത്താണ് നാച്ചിയപ്പയുടെ സീനിയർ അവിടേക്ക് വരുന്നത്. അതൊരു ലേഡി ആയിരുന്നു. ലേഡി ഓഫീസർ ആയതുകൊണ്ട് തന്നെ നാച്ചിയപ്പയ്ക്ക് ഈഗോ ഉള്ളത് കൊണ്ട് അയാൾ സല്യൂട്ട് ചെയ്യുന്നില്ല. എന്നാൽ ആ ഓഫീസർ അയാളോട് മര്യാദയ്ക്ക് സല്യൂട്ട് ചെയ്യാൻ പറയുകയും ഇഷ്ടമല്ലാത്ത രീതിയിൽ നാച്ചിയപ്പ സല്യൂട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടിയെ താൻ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവളോട് തന്റെ വണ്ടിയിലേക്ക് കയറാൻ ആ ഓഫീസർ പറഞ്ഞു. ഇവിടെ നാച്ചിയപ്പയുടെ ഒരു ക്യാരക്ടർ തന്നെ നമുക്ക് മനസ്സിലാകും. പൊതുവെ സ്ത്രീകളോട് അയാൾക്കൊരു പുച്ഛമാണ്. ഇവിടെ സണ്ണി വേണുവിനോട് പറയുന്നുണ്ട്, വണ്ടി ഇടിക്കാൻ വന്നപ്പോ എന്നെ രക്ഷിച്ചത് അയൽ വീട്ടിലെ ആ പെണ്ണ് തന്നെയാണ്. പക്ഷെ വേണു പറയുന്നു അത് നിന്റെ തോന്നലായിരിക്കും, ഓൾറെഡി നീ അവളെ കുറിച്ചുള്ള ചിന്തകളിലാണ്. അപ്പൊ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ അവളുടെ ഓർമ്മകൾ നിന്റെ മനസ്സിലേക്ക് വന്നതാകും. ചന്ദ്ര ജോലി കഴിഞ്ഞ് വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് വന്ന സമയത്ത് ചന്ദ്രയുടെ ഫ്രണ്ടിനെ സ്ഥിരമായി ശല്യം ചെയ്യുന്ന സുന്ദരാകട്ടെ അവളോട് വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തുന്നു. ഈ പെൺകുട്ടി നോ പറഞ്ഞപ്പോ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞിട്ട് അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടുവന്ന ചന്ദ്രയാകട്ടെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ദൂരെ നിന്ന് അവള് പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തിയെന്ന് സുന്ദരം വിചാരിക്കുന്നു. അമാനുഷികമായ ശക്തി അവൾക്കുള്ള പോലെ തന്നെ അവനെ മുകളിലേക്ക് ഉയർത്തുകയും അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അടിയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആസിഡ് കുപ്പി പൊട്ടി. അവന്റെ കൈയെല്ലാം തന്നെ പൊള്ളി. കുറെ ആസിഡ് ചന്ദ്രയുടെ കയ്യിലേക്കും വീണു. എന്നാൽ ഒരു തരത്തിലുള്ള റിയാക്ഷനും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവളുടെ മുന്നിൽ സുന്ദറിന് പിടിച്ചു നിൽക്കാനേ പറ്റിയില്ല. അയാൾ നല്ലപോലെ പേടിച്ചു. അവനെ അടിച്ച് താഴെയിട്ട ശേഷം ചന്ദ്ര തന്റെ കൊളീഗിനോട് പറയുന്നുണ്ട്, ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ നീ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നാച്ചിയപ്പയുടെ ഫാമിലിയാണ്. അയാൾക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. എന്നാൽ നാച്ചിയപ്പ പറയുന്നുണ്ട്, എനിക്ക് ഈ നാട്ടിലെ പെണ്ണുങ്ങളെ വേണ്ട എന്ന്. അവരെല്ലാവരും അസമയത്ത് കറങ്ങി നടക്കുന്നവരും മറ്റു പല പ്രവർത്തികളും ചെയ്യുന്നവരാണെന്നാണ് നാച്ചിയപ്പ വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഓർഗൻ മാഫിയ ഗ്യാങ്ങുമായിട്ട് നാച്ചിയപ്പയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. പല രീതിയിലും നാച്ചിയപ്പ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സുന്ദർ ആ പെൺകുട്ടിയെ ശല്യം ചെയ്തപ്പോൾ സുന്ദറിനെ വെറുതെ വിട്ടതും അവർ പോയ വഴിയിൽ ക്യാമറ ഉണ്ടോ എന്ന് നാച്ചിയപ്പ ചെക്ക് ചെയ്തതും. ക്യാമറയുള്ള ഇടങ്ങളിൽ ആൾക്കാരെ കടത്തരുതെന്ന് ഓൾറെഡി തന്നെ നാച്ചിയപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുന്ദറിന്റെ ജ്യേഷ്ഠനായിരുന്നു ഈ ഓർഗൻ ട്രാഫിക്കിങ്ങിനെല്ലാം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അയാളുടെ ഫേസ് നമ്മളെ ഇപ്പോൾ കാണിക്കുന്നില്ല. നാച്ചിയപ്പ ഇവരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും സുന്ദറിന്റെ ജ്യേഷ്ഠനാകട്ടെ നാച്ചിയപ്പയോട് ഫോണിലൂടെ സംസാരിക്കുന്നു. തന്റെ ഒരു ഷിപ്മെന്റ് 2 ആഴ്ചക്കുള്ളിൽ വരുന്നുണ്ടെന്നും നീ പോയി അതൊന്ന് ക്ലിയർ ആക്കണമെന്നും നിന്റെ കൂടെ 2 ഓഫീസേഴ്സ് യൂണിഫോമിൽ ഉണ്ടാകുമെന്നും അയാൾ പറയുമ്പോൾ തനിക്കുന്ന നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, വരാൻ പറ്റില്ല എന്നാണ് നാച്ചിയപ്പ പറയുന്നത്. എന്നാൽ ആ സമയം അയാളുടെ അടുത്തു നിന്നും ആ ഫോൺ ആകട്ടെ നാച്ചിയപ്പയുടെ സീനിയർ ലേഡി വാങ്ങിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ നൈറ്റ് ഡ്യൂട്ടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, നീ തന്നെ വന്നാ മതിയെന്ന്. ഇവരെല്ലാവരും ഈ ഒരു ഗ്യാങ്ങിൽപ്പെട്ടവരാണ്. പക്ഷെ ആ ലേഡി തന്നോട് ഇങ്ങനെ ഉത്തരവിടുന്നത് നാച്ചിയപ്പയ്ക്കൊട്ടും ഇഷ്ടമല്ല. കൂടാതെ ഫോൺ കിട്ടുന്നതിന് മുമ്പ് അയാൾ നാച്ചിയപ്പയോട് പറയുന്നുണ്ട്, എന്റെ സഹോദരൻ സുന്ദറിന്റെ മേൽ ആരോ കൈവച്ചിട്ടുണ്ട്, അതൊന്ന് അന്വേഷിക്കാൻ. എന്നാൽ അത് താൻ തന്നെ തീർത്തോളാമെന്നാണ് സുന്ദർ നാച്ചിയപ്പയോട് പറയുന്നത്. പക്ഷേ വീണ്ടും നാച്ചിയപ്പ ചോദിച്ചപ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. അതൊരു പെണ്ണാണെന്ന് അറിഞ്ഞതോടുകൂടി നാച്ചിയപ്പയ്ക്ക് ദേഷ്യം കൂടി വന്നു. നേരെ അവൾ ജോലി ചെയ്യുന്ന കഫേയിൽ പോയിട്ട് ചന്ദ്രയെ നാച്ചിയപ്പയ്ക്ക് സുന്ദർ കാണിച്ചും കൊടുക്കുന്നുണ്ട്. പുറത്തു നിന്ന് നാച്ചിയപ്പ വാച്ച് ചെയ്യുന്നത്
ചന്ദ്രയും കണ്ടു. പക്ഷേ വീട്ടിലെത്തിയ ചന്ദ്രയാകട്ടെ ആകെ ടയേർഡായിരുന്നു. സുന്ദരമായിട്ടുള്ള ആ ഫൈറ്റിനിടെ അവളുടെ കയ്യിൽ ആശ്ര വീണിട്ടുണ്ടായിരുന്നല്ലോ, അത് അവളുടെ ബോഡിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അവൾ ആകെ അവശനിലയിൽ അവിടെ നിന്നും ഒരു ഓട്ടോയിലേക്ക് കയറി. ആ ഷെയർ ഓട്ടോയിലേക്ക് തന്നെ സണ്ണിയും കയറുന്നു. എന്നാൽ സണ്ണിക്ക് അവളുടെ അടുത്തിരുന്നപ്പോൾ വല്ലാത്തൊരു സ്മെല്ല് അടിക്കുന്നുണ്ടായിരുന്നു. അതുമല്ല, പഴയതുപോലെ അവൾക്ക് ആ സൗന്ദര്യം ഇല്ലാത്ത പോലെ. അവളുടെ കയ്യിലാ മുറിവും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് മലയാളിയാണോന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതേന്ന് മറുപടി പറഞ്ഞിട്ട് അവർ പരസ്പരം പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നു. സണ്ണി അവളോട് പറയുന്നുണ്ട്, നെക്സ്റ്റ് വീക്ക് തന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ. ഗേൾസ് ഒക്കെ ഉള്ള പാർട്ടിയാണെന്ന് പറയുന്നു. എപ്പോഴും തന്നെ ഒറ്റയ്ക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അധികം ഫ്രണ്ട്സിലാന്ന് തോന്നി, അതുകൊണ്ടാണ് തന്നെ ഇൻവൈറ്റ് ചെയ്തതെന്നും കൂടി അവൻ പറഞ്ഞപ്പോൾ താൻ മാക്സിമം വരാൻ നോക്കാമെന്ന് ചന്ദ്രയും പറഞ്ഞു. അതിനുശേഷം അവൾ കഫേയിൽ ഇറങ്ങി. സണ്ണി ആ വണ്ടിയിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോയി. പിന്നീട് കാണിക്കുന്നത് സണ്ണിയുടെ ഫ്രണ്ട് നൈജലിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അതിൽ ചന്ദ്ര വരുമോന്ന് അവരെല്ലാവരും ചോദിക്കുമ്പോൾ സണ്ണി പറയുന്നുണ്ട്, അന്നാദ്യം അവളെ കണ്ടപ്പോൾ നല്ല ഗ്ലാമർ തോന്നി, പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ അവളെ കണ്ടപ്പോ അത്ര ലുക്കൊന്നും ഇല്ലായിരുന്നു, മാത്രമല്ല എന്തോ ഒരു സ്മെല്ലും. അവരെങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചന്ദ്ര അവിടേക്ക് കടന്നു വരുന്നു. പക്ഷെ അവളെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു വൈറ്റ് ഡ്രസ്സിൽ അത്രയധികം ഗ്ലാമർ ആയിട്ടായിരുന്നു അവൾ അവിടേക്ക് വന്നത്. സണ്ണി ലാസ്റ്റ് ടൈം കണ്ടതിനേക്കാളും അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അവൾ അവിടേക്ക് കടന്നു വരുന്ന ആ ഒരു സീനിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിളിയെ കിളിയെ എന്നുള്ള പാട്ട് കേൾപ്പിക്കുന്നത്. പക്ഷെ അവൾ അകത്തേക്ക് കടന്നതും സണ്ണിയുടെ പൂച്ചയാകട്ടെ വല്ലാതെ വയലന്റ് ആകാൻ തുടങ്ങി. വേണു അതിനെ തൽക്കാലത്തേക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ ലോക്ക് ചെയ്തു. ലാസ്റ്റ് ടൈം സണ്ണി കണ്ടപ്പോ ചന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവ് ഇപ്പൊ ഇല്ലാന്നുള്ള കാര്യം സണ്ണി ശ്രദ്ധിക്കുന്നു. ചന്ദ്ര അവരുടെ കൂടെ പാർട്ടി എൻജോയ് ചെയ്യുകയായിരുന്നു. സണ്ണിയുടെ ഫ്രണ്ട്സുമായിട്ട് ചന്ദ്രയും കമ്പനിയായി. അവിടെ കിടന്നൊരു പത്രത്തിലൊരു വാർത്ത ചന്ദ്ര കാണുന്നുണ്ട്. തുടക്കത്തിൽ ചന്ദ്ര സംസാരിച്ചുകൊണ്ടിരുന്ന ആ ടോം ഐസക് എന്ന് പറയുന്ന ആളില്ലേ, അയാളുടെ മരണ വാർത്തയായിരുന്നു അത്. പാർട്ടി നടന്നുകൊണ്ടിരിക്കെ ആരോ പുറത്ത് വാതിലിനടുത്തേക്ക് വരുന്നതായിട്ട് ചന്ദ്രയ്ക്ക് ഫീൽ ചെയ്യുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെ നാച്ചിപ്പൻ കൂട്ടരും അവിടേക്ക് കയറി വരുന്നു. തൊട്ടടുത്തുള്ള ആൾക്കാര് കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നാച്ചിപ്പൻ കൂട്ടരും അവിടേക്ക് വരുന്നത്. കാരണം ഇത്രയധികം ബഹളം ഇവിടെ പാടില്ല. മാത്രമല്ല അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ചെറിയ രീതിയിൽ കഞ്ചാവും പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം അത് കേസാക്കാനൊന്നും നാച്ചിപ്പൻ നിന്നില്ല. ഒന്ന് ഉപദേശിച്ചു വിടാനായിരുന്നു അയാളുടെ തീരുമാനം. അതിനിടയ്ക്കാണ് അയാൾ ചന്ദ്രയെ കാണുന്നത്. ചന്ദ്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ നാച്ചിപ്പയ്ക്ക് തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്ന മറ്റ് സ്ത്രീകളുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന്. ജഗദീഷിനോട് നാച്ചിയപ്പ് അത് ചെയ്യാനും പറയുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ അയാളെ തൊടുന്നോ ഇല്ലയോ എന്ന് ചന്ദ്ര നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ചിലപ്പോ ആ പോലീസുകാരൻ ആ പെൺകുട്ടിയെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ചന്ദ്ര പ്രതികരിക്കുമെന്ന് നാച്ചിയപ്പയ്ക്ക് അറിയാം. അവള് തന്റെ മുഷ്ടി ചുരുട്ടുന്നതും നാച്ചിയപ്പ ശ്രദ്ധിച്ചു. അതോടുകൂടി അയാൾ ജഗദീഷിനോട് പറയുന്നുണ്ട് തൽക്കാലം ചെക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന്. ഇവിടെ ഇമ്മോറൽ ട്രാഫിക് നടക്കുന്നു എന്നാണ് തനിക്ക് കംപ്ലൈന്റ് കിട്ടിയെന്ന് നാച്ചിയപ്പ പറയുമ്പോൾ അങ്ങനെയൊന്നും തന്നെ ഇല്ലെന്ന് സണ്ണി പറയുന്നു. ജസ്റ്റ് ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ മാത്രമാണ്. എന്തായാലും നാച്ചിയപ്പ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ചന്ദ്രയുടെ പേര് ചോദിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നീട് ചന്ദ്രയെ കേട്ട് സണ്ണിയോട് പറയുന്നുണ്ട്, പാർട്ടി ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു, കുറെ നാൾ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നത്, എന്താണെങ്കിലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. നൈജലാകട്ടെ ചന്ദ്രയുടെ കൂടെ ഒന്ന് കമ്പനിയാകാന്ന് വിചാരിച്ചിട്ട് അവളുടെ പിറകെ അവളുടെ ഫ്ളാറ്റിലേക്ക് കയറിപ്പോയി. സണ്ണി ജനലിലൂടെ നോക്കുമ്പോൾ ചന്ദ്രയുടെ കൂടെ അവളുടെ ഫ്ളാറ്റിലേക്ക് നൈജൽ കയറുന്നതായിട്ടും സണ്ണി കാണുന്നുണ്ട്. സണ്ണിക്ക് ഓൾറെഡി ചന്ദ്രയോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. തന്റെ കൂട്ടുകാരനെങ്ങാനും അവളെ വളച്ചെടുക്കുമെന്നുള്ളൊരു ടെൻഷൻ അവനുണ്ട്. പക്ഷെ പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് സണ്ണിക്ക് നൈജലിന്റെ അമ്മയുടെ കോള് വരുന്നു. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും അവൻ എവിടെയാണെന്നും ചോദിച്ചിട്ട്. അതോട് സണ്ണിയും വേണും ആകെ ടെൻഷനിലായി. തലേന്ന് അവനാകട്ടെ ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നതും കണ്ടു, പിന്നെ അവനെ കാണുന്നുമില്ല. ചന്ദ്ര അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് പേടിച്ചിട്ട് സണ്ണി വേണുവിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളുടെ ഫ്ളാറ്റ് വരെ ഒന്ന് പോയി നോക്കാമെന്ന്. പക്ഷെ അവൻ പോയി വാതിലിന് മുട്ടിയിട്ടും അവൾ വാതിൽ തുറന്നില്ല. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ടും താൻ തുറക്കില്ല എന്ന് പറയുന്നു. നൈജൽ അവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഇവിടെങ്ങും ആരുമില്ല, താൻ പോവാൻ പറയുന്നുണ്ട്. അവള് നല്ല ദേഷ്യത്തിലായിരുന്നു സണ്ണിയോട് സംസാരിച്ചത്. അവൻ ആകെ വിഷമിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നേരത്ത് പ്രകാശ് ഒരു പെട്ടിയുമായിട്ട് ചന്ദ്രയുടെ റൂമിന് വന്ന് നോക്ക് ചെയ്യുന്നതും അവൾ ഡോർ തുറക്കുമ്പോൾ അയാൾ അകത്തേക്ക് കയറുന്നതും സണ്ണി ശ്രദ്ധിക്കുന്നുണ്ട്. ഓർഗൻസും മറ്റും കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു പെട്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ എന്തൊക്കെയോ പേടി തോന്നാൻ തുടങ്ങി. ഓൾറെഡി ഇവിടെ ഓർഗൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ടെന്ന് ന്യൂസിലെല്ലാം തന്നെ അവൻ കണ്ടതാണ്. താഴെ ചെല്ലുമ്പോഴാകട്ടെ ആ കുമാർ എന്ന് പറയുന്ന പയ്യനെ അവൻ കണ്ടു. അവൻ പലതവണ ഈ പെട്ടി ചന്ദ്രയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് അവൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് ചെല്ലുമ്പോൾ വേണുവിന്റെ ഫോണില് ഓൾറെഡി തന്നെ നൈജലിന്റെ ചില വോയിസ് മെസ്സേജുകൾ കിടക്കുന്നത് അവർ കാണുന്നു. ഞാൻ ചന്ദ്രയുടെ ഫ്ളാറ്റിലുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുകളായിരുന്നു അത്. അതോടുകൂടി സണ്ണിയുടെ ഡൗട്ട് കൂടാൻ തുടങ്ങി. ചന്ദ്ര അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. താഴെ കുമാർ എന്ന് പറയുന്ന പയ്യനെ കണ്ട വിവരം സണ്ണി വേണുവിനോട് പറയുമ്പോൾ വേണു പറയുന്നുണ്ട് അവൻ ഇവിടെ ലോക്കലായിട്ടുള്ള പയ്യനാണെന്നും നേരത്തെ ഇവന്റെ കയ്യിൽ നിന്ന് MDMA പിടിച്ചതിന്റെ പേരിൽ കുറച്ചുകാലം അവൻ ജയിലിലായിരുന്നുവെന്നും ഇപ്പൊ പുറത്തിറങ്ങിയതായിരിക്കുമെന്നും. അങ്ങനെ ഉള്ളിൽ കിടന്ന ഡൗട്ടുകളെല്ലാം കാരണം സണ്ണിയാകട്ടെ വേണുവിനോട് സംസാരിക്കുകയാണ്, നമുക്ക് പോലീസിനെ വിളിച്ചാലോ എന്ന്. പക്ഷെ ആ സമയത്ത് ചന്ദ്ര അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, താൻ നേരത്തെ വന്നപ്പോ ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഉറക്കത്തെ ആരും എന്നെ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചൂടായതെന്ന്. അത് സാരമില്ല, താൻ നൈജലിനെ നോക്കി വന്നത് അവന്റെ ഫോൺ ഇപ്പോ ഓഫാന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നു അവൻ എന്റെ കൂടെ ഇല്ലായിരുന്നു എന്ന്. ആകെ ഡൗട്ടായിട്ട് സണ്ണി ശ്രദ്ധിക്കുമ്പോഴാകട്ടെ ചന്ദ്രയുടെ ഷൂയില് രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി സണ്ണി വല്ലാതെ പേടിച്ചു. അവളെന്തായാലും തനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അപ്പോഴേക്ക് സമയം ഇട്ടിട്ടുണ്ടായിരുന്നു. പേടിയോടുകൂടി സണ്ണി വീണ്ടും വേണുവിനോട് പറയുന്നുണ്ട്, മിക്കവാറും ആ ഓർഗൻ ട്രാഫിക്കിങ്ങുമായിട്ട് ഇവൾക്ക് എന്തെങ്കിലും ബന്ധം കാണും, ഞാൻ അവളെ ഫോളോ ചെയ്തു പോകാം, ആ സമയത്തിന് നീ അവളുടെ റൂം കയറി പരിശോധിക്കണം. അങ്ങനെ ചന്ദ്രയെ ഫോളോ ചെയ്ത് സണ്ണി പോയി. അവളുടെ റൂം പരിശോധിക്കാൻ വേണു പുറത്തേക്ക് ഇറങ്ങിയപ്പോ നൈജൽ ഇതേ അവന്റെ മുന്നിലേക്ക് വരുന്നു. നീ ഇത്
എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ നൈജിൽ പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രയുടെ ഫ്ലാറ്റിൽ കയറിയെങ്കിലും അവള് പെട്ടെന്ന് എന്നെ പുറത്താക്കി ഡോർ അടിച്ചു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഡ്രഗ്സ് കൈവശം വെച്ചതിന്റെ പേരിൽ എന്നെ പോലീസ് പിടിച്ചു. പിന്നെ ഞാൻ ലോക്കപ്പിലായിരുന്നു. എങ്ങനെയൊക്കെ പുറത്തിറങ്ങി വന്നതാ. ഇവിടെ ചന്ദ്ര ജോലിക്ക് പോകുന്ന വഴിക്ക് അവളെ ഫോളോ ചെയ്തു പോവുകയാണല്ലോ സണ്ണി. അതേ വഴിയിൽ തന്നെ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് സുന്ദരം കൂട്ടരും കാത്തിരിപ്പുണ്ട്. അവൾ ആ ഓട്ടോയെ പാസ് ചെയ്തു പോയതും അവളുടെ മുതുകിലേക്ക് അവർ സിറിഞ്ച് കുത്തി കയറ്റുന്നു. അവൾ റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും അവളുടെ ബോധം ചെറിയ രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവളെ അവർ മൂന്നുപേരും ചേർന്ന് ഓട്ടോയിൽ കയറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് സണ്ണിയും കണ്ടു. അവൻ പിറകെ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നതെല്ലാം തന്നെ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു പയ്യൻ കൂടി കാണുന്നുണ്ടായിരുന്നു. അവൻ ചന്ദ്രയും കണ്ടു, സണ്ണിയും കണ്ടു. സണ്ണിയാകട്ടെ അവനോട് വിളിച്ചു പറയുന്നുണ്ട് പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ. ഈ ഒരു സീൻ ഇവിടെ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരാളെയാണ്. അയാൾ തന്റെ സുഖമില്ലാത്ത കൊച്ചുമകൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സിറ്റി ഒരു വലിയ കാടായിരുന്നു. ഇവിടെ ഒരു രാജാവും ഉണ്ടായിരുന്നു. കൊട്ടാരത്തിനടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്. അവിടെ രാജാവും രാജാവിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരും മാത്രമേ ദർശനം നടത്തുകയുള്ളൂ. ഇതേ കാട്ടിൽ തന്നെ താമസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിലൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് കുഞ്ഞി എന്നാണ്. കുഞ്ഞിയും കൂട്ടുകാരും രാജാവ് ഇങ്ങനെ അമ്പലത്തിലേക്ക് കയറുന്നത് പലപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത ആ അമ്പലത്തിലേക്ക് ഒരിക്കൽ രാജാവ് അറിയാതെ കുഞ്ഞിയും കൂട്ടുകാരും കയറി. അവിടെ വിഗ്രഹത്തിനടുത്ത് കിടന്ന ഒരു മുത്ത് കുഞ്ഞിയെടുത്ത് നോക്കൊണ്ട് നിൽക്കുമ്പോൾ പൂജാരി വരികയും പേടിച്ച് കുഞ്ഞിയും കൂട്ടുകാരും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. പേടിച്ചുള്ള ഓട്ടത്തിനിടയിൽ മുത്ത് അവളുടെ കയ്യിലുമായി പോയി. അത് കാരണം ആ മുത്താകട്ടെ അവൾ പിന്നീട് അവരുടെ ദൈവത്തിന് വെച്ചുകൊടുത്തു. ഇതെല്ലാം അറിഞ്ഞ രാജാവ് അത്യധികം ദേഷ്യത്തിലായി ആ ജനങ്ങളെ എല്ലാം തന്നെ ആക്രമിക്കാൻ ആരംഭിച്ചു. കുറെ പേരെ രാജാവും കൂട്ടരും കൊന്നൊടുക്കി. ബാക്കിയുണ്ടായിരുന്ന ആൾക്കാര് ദൂരെയുള്ളൊരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവിടെ കുഞ്ഞിയുടെ കുടുംബം ഉണ്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിരുന്ന കുഞ്ഞിയാകട്ടെ അവിടെ എല്ലാം തന്നെ ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പാറക്കെട്ടുകളിലെല്ലാം തന്നെ അവൾക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ഭാഷ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തലയില്ലാത്തൊരു പ്രതിമ കൂടിയുണ്ട്. അതിന്റെ വേഷവിധാനങ്ങളെല്ലാം തന്നെ അതീവ വിചിത്രമായിരുന്നു. ആ പ്രതിമയുടെ തലയാകട്ടെ താഴെ കിടക്കുന്നുണ്ട്. അവൾ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗുഹയിലുണ്ടായിരുന്ന കുറച്ച് വവ്വാലുകൾ വന്ന് അവളെ കടിക്കുന്നു. വവ്വാലിന്റെ ആക്രമണത്തിൽ പേടിച്ചവൾ നിലവിളിക്കുമ്പോൾ അവളുടെ അമ്മ അവളെ തേടി വരാൻ തുടങ്ങിയാണ്. പക്ഷെ ആ നിമിഷം രാജാവിന്റെ ആൾക്കാര് അവരെ അന്വേഷിച്ച് അവിടെ എത്തുകയും കുഞ്ഞിയുടെ അമ്മയെ അച്ഛനെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അമ്മയുടെ അച്ഛന്റെ നിലവിളി കേട്ട് കുഞ്ഞി പതിയെ ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പക്ഷേ ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ കുഞ്ഞിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കാൻ തുടങ്ങി. ആ സമയം തന്നെ സീൻ നമ്മളെ ചന്ദ്രയുടെ അടുത്തേക്കും കൊണ്ടുപോകുന്നു. അബോധാവസ്ഥയിൽ കിടന്ന ചന്ദ്രയുടെ അടുത്തേക്ക് സുന്ദർ വന്നിരിക്കുന്നു. ആ സമയത്ത് ദൂരെ നിന്നും ഒരു നായ അവിടേക്ക് വരുന്നു. എന്നാൽ ആ നായ്ക്ക് ഒരു കാലുണ്ടായിരുന്നില്ല. മറ്റു പല നായകളും പലയിടങ്ങളിൽ നിന്നും അവിടേക്ക് വരുന്ന കണ്ടിട്ട് സുന്ദരാകട്ടെ ആ നായ്ക്കളെ എല്ലാം കൊല്ലാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ബോധം തെളിഞ്ഞു. ഇവിടെ കുഞ്ഞിയുടെ കുടുംബത്തെ പിടിച്ച രാജാവിന്റെ ആൾക്കാരാകട്ടെ അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന കുഞ്ഞിയെയും അവർ വെറുതെ വിട്ടില്ല. അവളുടെ ശരീരത്തിലൂടെ ഒരു വലിയ കുന്തം അവർ കുത്തിയിറക്കി. തന്റെ മകളുടെ മരണം കണ്ട് നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു കുഞ്ഞിയുടെ അമ്മ. കുഞ്ഞിയുടെ അച്ഛനെ അവർ ആദ്യം കൊന്നു. ഇവിടെ പ്രസന്റില് സുന്ദർ നായ്ക്കളെ കൊല്ലുന്ന കണ്ട് ചന്ദ്രയാകട്ടെ അവനെ അടിക്കാൻ ചെല്ലുന്നുണ്ട്. സുന്ദരം കൂട്ടരും ചേർന്നിട്ട് ചന്ദ്രയെ പിടിച്ചു നിർത്തിയിട്ട് അവളുടെ മുഖത്തടിച്ചു. അവളുടെ കണ്ണിലെ ഒരു ലെൻസ് എവിടേക്കോ തെറിച്ചുപോയി. അവൻ തന്റെ അടുത്തേക്ക് ചന്ദ്രയെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, എന്റെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല, വെട്ടി നുറുക്കി കളയുമെന്ന്. അതേസമയം ഇവിടെ കഥയില് കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ സ്വന്തം വയറ്റിൽ നിന്നും ആ കുന്ത ഊരിയെടുത്ത് ജീവനോടെ തന്നെ എല്ലാവരുടെയും മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് കണ്ട് ആൾക്കാരെല്ലാം പേടിക്കാൻ തുടങ്ങി. പലരും ഇത് കാളിയമ്മയുടെ അനുഗ്രഹമാണെന്ന് പറയുന്നു. അവളെ ആക്രമിക്കാൻ വന്ന ആളുടെ കഴുത്തിലേക്ക് അവൾ കടിച്ച് രക്തം കുടിക്കുകയാണ്. ഇത് കണ്ട് പലരും അവൾ യക്ഷിയാണെന്ന് പറയാൻ തുടങ്ങി. അമാനുഷികമായ ശക്തി അവൾക്ക് കൈവന്നിരിക്കുന്നു. രാജാവിന്റെ ആൾക്കാരെ എല്ലാം തന്നെ അവൾ നിമിഷനേരം കൊണ്ട് കൊന്നൊടുക്കി. എന്നാൽ ഇത് കണ്ട ഒരാളാകട്ടെ അവളുടെ അമ്മയുടെ ശരീരത്തിലേക്ക് കത്തി കുത്തി കയറ്റി. അമ്മയെ രക്ഷിക്കാൻ അവൾ ഓടി അയാളുടെ അടുത്തേക്ക് എത്തുകയും അയാളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞിക്ക് പോലും മനസ്സിലായില്ല. ആ ടൈമില് ഇവിടെ നമ്മുടെ ചന്ദ്രയും അവളുടെ സർവ്വശക്തിയും എടുത്ത് സുന്ദറിനെ കടിക്കുന്നു. ആ സമയത്ത് അവൾക്ക് വലിയ 2 ദംഷ്ട്രകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കുഞ്ഞ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ചന്ദ്ര. മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞി അമ്മയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയെന്ന്. അവളുടെ അമ്മ പറയുന്നുണ്ട്, നിനക്കെന്തോ ശക്തി വന്നിരിക്കുകയാണ്. ചിലപ്പോ അത് കാളിയമ്മയുടെ അനുഗ്രഹമായിരിക്കാം. എന്താണെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയില്ല. ഇനി ഇവിടെ നിൽക്കാത്തതാ നല്ലത്. ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുക. അങ്ങനെ തന്റെ ആ കാടും ആ കാട്ടിലെ ആൾക്കാരെ എല്ലാം വിട്ട് കുഞ്ഞി അവിടെ നിന്നും ദൂരേക്ക് ഓടിപ്പോകുന്നു. അവളുടെ വളർത്തുനായും അവളുടെ പിറകെ ഓടുന്നു. കുറച്ചു കഴിയുമ്പോൾ രാജാവ് അവിടേക്ക് വരുന്നു. ഇതൊക്കെ ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട് നീലിയാണെന്ന്. കള്ളിയങ്കാട്ട് നീലി. കുഞ്ഞിയുടെ പൂർണ്ണമായ പേര് കുഞ്ഞിനീലി എന്നായിരുന്നു. ഇവിടെ ചന്ദ്ര സുന്ദറിനെ കൊന്ന ശേഷം സുന്ദറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പിറകെ പോകുന്നു. അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടിയപ്പോ ഒറ്റച്ചാട്ടത്തിന് അവൾ അവന്റെ മുന്നിലേക്ക് എത്തി. അവളുടെ അമാനുഷികമായ ശക്തിക്ക് മുന്നിൽ സുന്ദറിന്റെ കൂട്ടുകാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ചന്ദ്ര ഇവരെയെല്ലാം തന്നെ കൊന്നെടുക്കുന്നത് ചന്ദ്രയെ തേടി അവിടെ എത്തിയ സണ്ണിയും കണ്ടു. ഇവിടെ കഥയിൽ കള്ളിയങ്കാട് വിട്ടുപോയ കുഞ്ഞുനീലിയാകട്ടെ പല കാടുകളിലൂടെയും യാത്ര ചെയ്തു. അവൾ പതിയെ വളർന്ന് യൗവനത്തിലെത്തി. അവളുടെ ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടുകയാണെങ്കിൽ ആ ഭാഗം എല്ലാം തന്നെ നിമിഷനേരം കൊണ്ട് പൊള്ളും. അതവൾക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ മാത്രമാണ് അവൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോ അവളുടെ കൂടെ ഉണ്ടായിരുന്ന വളർത്തുനായ മരിച്ചു. താൻ സ്നേഹിച്ച ഓരോരുത്തരെയും നീലിക്ക് നഷ്ടപ്പെട്ടു. അതിൽ ചെറിയൊരു സീൻ കൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. കുറെ ആൾക്കാര് ഇവളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ സണ്ണിയുടെ ഫേസ് കട്ടുള്ള ഒരു
ഒരു ചെറിയ രാജകുമാരൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അവൾക്ക് വേണ്ടിയിട്ട് സ്വന്തം നെഞ്ചിൽ ഒരു വെടിയുണ്ട ഏൽക്കുന്നതും. നീലി ഇമ്മോർട്ടലായിരുന്നു, അവൾക്ക് മരണമില്ല. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും അവളുടെ ആ യൗവനത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ കാടുകൾ താണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന നീലി പല നാടുകളിലുമുള്ള ക്രൂരന്മാരായ ആൾക്കാരെ കണ്ടെത്തി അവരുടെ ചോര കുടിക്കാൻ തുടങ്ങി. അതോടുകൂടി ആ നാട്ടിലെ ആൾക്കാര് നീലി ഒരു ദൈവത്തെ പോലെയാണ് കണ്ടത്. നീലിയെ കുറിച്ചുള്ള ഈ കഥകളെല്ലാം കേട്ട വർഗീസിന്റെ കൊച്ചുമകൾ അയാളോട് ചോദിക്കുന്നുണ്ട്, അപ്പൂപ്പൻ ഈ കഥകളൊക്കെ എങ്ങനെ അറിയാമെന്ന്. ഒരു പള്ളിയിലച്ഛൻ എഴുതിയ ഒരു ബുക്കിൽ നിന്നാണ് ഈ കഥകളെല്ലാം ഞാൻ മനസ്സിലാക്കിയതെന്ന് അയാൾ പറയുന്നു. ആ കുട്ടി നീലിയെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് കാണുന്നത്, കാരണം നീലിക്ക് മരണമില്ലല്ലോ. എന്നാൽ വർഗീസ് പറയുന്നുണ്ട്, എല്ലാ സൂപ്പർ ഹീറോസിനും ഒരു വീക്ക്നെസ് ഉണ്ടാകും. നീലിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്, അതുപയോഗിച്ച് അവളെ പിടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരിക്കൽ ഒരു കത്തനാര് അവളെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും അവളുടെ നെഞ്ചിലേക്ക് ആഴത്തിലൊരു കത്തി കയറ്റി അവളെ അബോധാവസ്ഥയിലാക്കുകയും ചെയ്യുന്നു. അത് കടമറ്റത്ത് കത്തനാരായിരുന്നു. നീലി അതോടുകൂടി മരിച്ചോന്ന് കുട്ടി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീലി മരിച്ചിട്ടില്ല എന്ന്. നീലി ഇവിടെ എവിടെയോ ഉണ്ട്, നീലിയെ ഞാൻ എന്തായാലും കണ്ടെത്തും. ഈ വർഗീസിന്റെ കൊച്ചുമകൾക്ക് എന്തോ വലിയൊരു രോഗമുണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ പോലെ തന്നെയായിരുന്നു അവരുടെ വീട്ടില് ആ കുട്ടി ഒരു ബെഡിൽ കടത്തിയിരിക്കുന്നത്. കുട്ടിയോട് ഉറങ്ങാൻ പറഞ്ഞ ശേഷം അയാൾ തന്റെ എഴുത്തുകളിലേക്ക് കടക്കുന്നു. അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, നീലി ആദ്യം ടോമൈസ്കിനെ കാണുന്ന സമയത്ത് അയാൾ അവൾക്കൊരു പുസ്തകം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ദേ ലിവ് എമംഗ് അസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് എഴുതിയിരുന്നത് ജോസഫ് ഡൊമിനിക് എന്ന് പറയുന്ന ആളായിരുന്നു. പക്ഷെ അതൊരു പെറ്റ് നെയിം ആയിരുന്നു. അതേ ജോസഫ് ഡൊമിനിക് തന്നെയാണ് ഈ വർഗീസ് കുര്യൻ. ഇവിടെ നമ്മുടെ ചന്ദ്ര ഇവരെയൊക്കെ കൊല്ലുന്ന കണ്ടിട്ട് ബോധം പോയ സണ്ണിയാകട്ടെ ബോധം തിരിച്ചു കിട്ടുമ്പോൾ ഈ മൃതദേഹങ്ങളുടെ കൂടെ അവരുടെ ഓട്ടോയിൽ ഇരിക്കുകയാണ്. ചന്ദ്ര അവന് രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നു. ഒന്നുകിൽ നിനക്ക് ഇവരെ പോലെ മരിക്കാം, ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, ഈ ബോഡികൾ ഡംപ് ചെയ്യാൻ എന്റെ കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ചന്ദ്ര അവനെ ഒന്നും ചെയ്യില്ല. സണ്ണി സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തു. അതൊരു ഫാക്ടറി ആയിരുന്നു, അതിന്റെ മുകളിൽ വലിയൊരു ആസിഡ് ടാങ്കും ഉണ്ട്. ചന്ദ്ര നിസാരമായിട്ട് ഓരോ ബോഡീസും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്നത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സണ്ണി. അവൾ മനുഷ്യനല്ല എന്ന് ഇതിനോടകം സണ്ണിക്ക് മനസ്സിലായി. സുന്ദറിന്റെ ഉൾപ്പെടെ 3 ബോഡികളും ആ ആസിഡ് ടാങ്കിലേക്ക് അവൾ കൊണ്ടിട്ടോ. എന്നിട്ട് കൂളായിട്ട് അവിടെ നിന്നും തിരിച്ചു പോകാൻ നേരം സണ്ണി അവളോട് ചോദിക്കുന്നുണ്ട്, അന്ന് എന്നെ വണ്ടി ഇടിക്കാൻ നേരം നീയാണോ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന്. അതേന്ന് അവൾ അതിന് മറുപടി പറയുന്നു. നീ ശരിക്കും ആരാണ്? മനുഷ്യനല്ല എന്ന് എനിക്ക് മനസ്സിലായി, കാരണം നിന്റെ പല്ലൊക്കെ ഞാൻ കണ്ടു. ഇനി നീ വല്ല യക്ഷിയാണോ എന്ന് സണ്ണി ചോദിക്കുമ്പോ അതേന്നായിരുന്നു അവളുടെ മറുപടി. അവൾ ഒരു യക്ഷിയാണെന്ന് അറിഞ്ഞതോടുകൂടി അവന്റെ ബോധം വീണ്ടും പോയി. പിന്നീട് ബോധം തിരിച്ചു കിട്ടുമ്പോ അവൻ ചന്ദ്രയുടെ വീട്ടിലായിരുന്നു. അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിയാണ്. അവൻ ശബ്ദമുണ്ടാക്കാതെ വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അത് കുറെ പൂട്ടിയിരിക്കുന്നു. ഒടുവിൽ അവളെ ഉണർത്താതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ജനലിലൊട്ടിച്ചിരുന്ന പേപ്പർ വലിച്ചു കയറിയിട്ട് വേണുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. ജനലിലൂടെ അകത്തേക്ക് കിടന്ന സൂര്യപ്രകാശം ചന്ദ്രയുടെ ശരീരത്തിൽ തട്ടിയതും അവിടെയെല്ലാം തന്നെ ചുവന്ന് തടുക്കാൻ ആരംഭിച്ചു. വേണു സണ്ണിയെ കണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചന്ദ്ര ഉണരുകയും സണ്ണിയെ വിളിച്ച് താഴേക്കിടുകയും ആ ഭാഗം വീണ്ടും പേപ്പർ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. അതോടെ സണ്ണിക്ക് മനസ്സിലായി സൂര്യപ്രകാശം അവൾ കേൾക്കാൻ പാടില്ല എന്ന്. തന്റെ കയ്യിലെ മുറിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ഫ്രിഡ്ജിൽ നിന്നും രക്തം എടുത്തു കുടിക്കുന്നു. എപ്പോഴും അവളുടെ ഫ്രിഡ്ജിനുള്ളിൽ രക്തം സ്റ്റോക്ക് ആയിരിക്കും. അതായിരുന്നു പ്രകാശും കുമാറും എല്ലാം അവൾക്ക് ആ ബോക്സിൽ കൊണ്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെല്ലാം തന്നെ മാറ്റാൻ അവൾക്ക് രക്തം കുടിച്ചാൽ മതി. അടുത്ത നിമിഷം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന പൊള്ളലുകളെല്ലാം മാറി. ഇത് സണ്ണിയും കാണുന്നു. സണ്ണി അവളോട് ചോദിക്കുന്നുണ്ട്, നീ ജനിച്ചപ്പോഴേ ഇങ്ങനെ തന്നെയാണോ അതോ വീട്ടിലുള്ളവരും ഇങ്ങനെ തന്നെയാണോ എന്ന്. എന്നാൽ ചന്ദ്ര മറുപടിയായിട്ട് പറയുന്നത് ഇതൊരു വൈറസ് ആണെന്നാണ്. ചില വൈറസുകൾ ആൾക്കാരെ കൊല്ലും, പക്ഷെ ഈ വൈറസ് എന്നെ ഇങ്ങനെയാക്കി. അവൾ ആൾക്കാരെ കടിച്ചാൽ ചിലപ്പോൾ ഈ വൈറസ് അവരിലേക്കും പകരാൻ ചാൻസ് ഉണ്ട്. സണ്ണി അവളോട് ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് താൻ സ്വീഡനിലായിരുന്നുവെന്നും ഒരു സ്ഥലത്ത് തനിക്ക് 20 കൊല്ലത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നും. അങ്ങനെ കുറെ സ്ഥലങ്ങൾ മാറിയാണ് അവൾ ഇവിടെ എത്തിയത്. അതോടുകൂടി സണ്ണിക്ക് മനസ്സിലായി ഇവൾക്ക് താൻ ഉദ്ദേശിക്കുന്ന പോലെ ഏജ് അല്ല ഉള്ളത്, നല്ല വയസ്സുള്ള സ്ത്രീയാണെന്ന്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വേണു ആകട്ടെ സണ്ണിയെ തേടി എവിടേക്ക് വരുന്നു. വീട്ടിൽ നിന്ന് അവർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ സണ്ണിയുടെ കയ്യിലേക്ക് തന്റെ ഫോൺ കൊടുക്കുന്നു. സണ്ണി തന്റെ വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ ഒരു ബുക്ക് വേണു കാണുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് സണ്ണിയെ പോലെ തോന്നിക്കുന്ന ഒരാളുടെ ഫോട്ടോയും അവൻ എടുക്കുന്നു. പക്ഷെ പെട്ടെന്ന് ചന്ദ്ര അത് അവന്റെ കയ്യിൽ നിന്നും വാങ്ങി. വേണുവിന്റെ കൂടെ സണ്ണി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും ചന്ദ്രയെ കിട്ട സണ്ണിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, എന്നെ പറ്റുള്ള രഹസ്യങ്ങൾ നീ ആരോടും പറയാൻ പാടില്ല, വേണുവിനെ പോലും അത് അറിയിക്കരുതെന്നാണ് ചന്ദ്ര പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി കുറെ കഴിയുമ്പോൾ സണ്ണിയാകട്ടെ ആ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റാതെ വേണുവിനോട് പറയുന്നതും അത് കേട്ട് വേണു പേടിക്കുന്നതും ഒക്കെ കാണിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ചന്ദ്ര അവിടേക്ക് വരികയും വേണുവിനോട് എന്തിനാ രഹസ്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വേണുവിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ചോടിയ സണ്ണിയുടെ പിറകെ ചന്ദ്ര പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രയുടെ യഥാർത്ഥ രൂപം സണ്ണി കാണുന്നു. അവൾ ആകാശത്തിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ സണ്ണി സ്വപ്നം കണ്ടതാണ്. അവൻ ആ രഹസ്യം വേണുവിനോട് എന്തായാലും പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞാലുള്ള അവസ്ഥ ഈ സ്വപ്നത്തിൽ നടന്ന പോലെ തന്നെയായിരിക്കും എന്ന് അവൻ പേടിക്കാൻ തുടങ്ങി. ഇവിടെ സുന്ദറും കൂട്ടരും മരിച്ച സ്ഥലത്ത് നാച്ചിയപ്പയും മറ്റു പോലീസുകാരും അന്വേഷണം നടത്തുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കാരണം പൊഴിഞ്ഞ പല്ലുകൾ അവിടെ കിടപ്പുണ്ട്. പക്ഷെ ബോഡി എവിടെയെന്ന് അവർക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഓട്ടോയിൽ നിന്നും ചന്ദ്രയുടെ കണ്ണിൽ നിന്നും വീണ ലെൻസും അവർക്ക് കിട്ടുന്നു. യക്ഷിയുടെ കണ്ണുകളായിരുന്നല്ലോ അവൾക്ക്. അതുകൊണ്ടത് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ സ്ഥിരമായി ലെൻസ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ചന്ദ്ര സണ്ണിയും കൂട്ടി തനിക്കൊരു സാധനം കളക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റിയുടെ വേറൊരു ഏരിയയിലേക്ക് പോകുന്നതാണ്. അവൾ തന്നെ ഉപദ്രവിക്കുമെന്ന് സണ്ണിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടെന്ന് അവൾ പറയുന്നു. അവര് പോകുന്ന വഴിയിൽ ഒരു മരം
മരം നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ സെയിം മരത്തിന്റെ താഴെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ ചന്ദ്രയും അവളുടെ ആൾക്കാരും എല്ലാം തന്നെ ആരാധിച്ചിരുന്ന ദൈവത്തിന്റെ പ്രതിമയുണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു അവളാകട്ടെ ആ രാജാവിന്റെ അമ്പലത്തിൽ നിന്നും കിട്ടിയ ചെറിയ മുത്തു കൊണ്ടുവച്ചതും. അതിനർത്ഥം അന്നത്തെ കാടാണ് ഈ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നതെന്നാണ്. ചന്ദ്ര അവിടെയുള്ള കുമാറിനെ കാണാനാണ് വരുന്നത്. അവനായിരുന്നു അവൾക്ക് പതിവായിട്ട് രക്തം കൊണ്ടു കൊടുക്കുന്നത്. സണ്ണിയോട് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ O നെഗറ്റീവ് എന്ന് പറയുന്നു. അവളും സ്ഥിരമായിട്ട് കുടിക്കുന്ന രക്തം O നെഗറ്റീവ് ആയിരുന്നു. ഏറ്റവും പ്യൂറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് അതാണെന്നാണ് അവൾ പറയുന്നത്. അതേസമയം നമ്മുടെ നാച്ചിയപ്പയും കൂട്ടരും ഒരു പയ്യന്റെ കൂടെ സണ്ണി അന്വേഷിച്ച് നടക്കുന്നതാണ് കാണിക്കുന്നത്. ചന്ദ്രയെ സുന്ദരം കൂട്ടരും തട്ടിക്കൊണ്ടു പോകുന്നത് സണ്ണി കണ്ട സമയത്ത് മുകളിൽ നിന്നൊരു പയ്യൻ കൂടി ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? സണ്ണി അവനോടായിരുന്നല്ലോ പോലീസിനെ വിളിച്ചു പറഞ്ഞത്. ആ പയ്യൻ പോലീസുകാരോട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് സുന്ദറിന്റെയും കൂട്ടരുടെയും കൂടെ അവസാനമായിട്ടുണ്ടായിരുന്നത് സണ്ണിയും ചന്ദ്രയുമാണെന്ന് നാച്ചിയപ്പയ്ക്കും കൂട്ടർക്കും മനസ്സിലായി. അങ്ങനെ ഒരു ഏരിയയിൽ വെച്ചിട്ട് ആ പയ്യൻ സണ്ണിയെ കണ്ട് ഐഡന്റിഫൈ ചെയ്യുകയും നാച്ചിയപ്പയ്ക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മറ്റു പോലീസുകാരെല്ലാം ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് പോലീസുകാർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നാച്ചിയപ്പ ഒരു ചായ പോലും കുടിക്കില്ല എന്ന്. ആൽക്കഹോള്, പുകവലി അങ്ങനെ ഒരു ദുശീലങ്ങളും അയാൾക്കില്ല. നല്ല ഫിറ്റ് ബോഡിയാണ് അയാളുടേത്. സണ്ണിയും ചന്ദ്രയും ഒരുമിച്ച് കണ്ട സ്ഥിതിക്ക് നാച്ചിയപ്പ അവരെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ സണ്ണി നോക്കുമ്പോൾ ന്യൂസ് പേപ്പറിലെല്ലാം തന്നെ സുന്ദരന്റെയും കൂട്ടറിന്റെയും തിരോധാനത്തിനെ പറ്റിയും ആ ഭാഗത്തു നിന്ന് ബ്ലഡും മറ്റും കണ്ടെത്തിയതിനെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ കാണുന്നു. അവൻ വല്ലാതെ പേടിയിലായിരുന്നു. അപ്പോൾ ചന്ദ്ര അവനോട് പറയുന്നുണ്ട്, ബോഡി കിട്ടാതെ എന്തായാലും ഈ അന്വേഷണം എങ്ങും എത്തില്ല എന്ന്. ബോഡി എന്തായാലും കിട്ടാനും പോകുന്നില്ല, അതുകൊണ്ട് നീ റിലാക്സ് ആയിട്ടിരുന്നാ മതി. അതിനുശേഷം ഇവർ രണ്ടുപേരും പുറത്തേക്ക് ആഹാരം കഴിക്കാൻ പോയി. ഇതെല്ലാം തന്നെ നാച്ചിയപ്പ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവര് പുറത്തു പോയതും നാച്ചിയപ്പയാകട്ടെ ചന്ദ്രയുടെ റൂമിന്റെ ലോക്ക് പൊട്ടിച്ച് ഉള്ളിലേക്ക് കടന്നു. അവിടെ അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലെൻസുകൾ പരിശോധിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് അന്ന് സുന്ദരനെയും കൂട്ടരെയും കാണാതായ സ്ഥലത്തു നിന്നും കിട്ടിയ ലെൻസിന്റെ ഒരു പേർ ഇവിടെ ഉണ്ടെന്ന്. കൂടാതെ അവളുടെ ഫ്രിഡ്ജിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിലെല്ലാം തന്നെ ബ്ലഡ് നിറച്ച ബാഗുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ സണ്ണിയെ കിട്ടി ചന്ദ്രയോട് യഥാർത്ഥ പേര് ചന്ദ്ര എന്ന് തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അല്ല നീലി എന്നാണെന്ന്. അപ്പൊ ഈ കള്ളിയങ്കാട്ട് നീലിയാണെന്ന് അവൻ എടുത്തു ചോദിക്കുമ്പോൾ അത് തന്നെയാണെന്ന് അവൾ പറയുന്നു. സണ്ണി ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ പറയുന്നത് ഒരു മിത്തായിട്ടാണ് അവൻ വിചാരിച്ചിരുന്നത്. അതൊക്കെ റിയൽ ആയിട്ടുള്ളതായിട്ട് അവന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കടമറ്റത്ത് കത്തനാര് കള്ളിയങ്കാട്ട് നീലി കൊന്നെന്നാണ് ഞാൻ കേട്ടതെന്ന് അവൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഈ ആ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കത്തനാര് നീലിയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി കയറ്റിയെങ്കിലും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ തന്നെ അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുൻപില് താൻ നീലിയെ കൊന്നുവെന്ന് അയാൾ വെറുതെ കാണിക്കുകയായിരുന്നു. നീലിയുടെ ബലഹീനതയും നീലിയുടെ ശക്തിയെല്ലാം തന്നെ കത്തനാരിന് നല്ല പോലെ അറിയാം. മരണത്തെ തോൽപ്പിക്കാൻ കഴിവുള്ള എന്തോ ഒന്ന് അവളുടെ ബ്ലഡിൽ കലർന്നതുകൊണ്ടായിരുന്നു അവൾ ഇങ്ങനെയായത് തന്നെ. കത്തനാർ അവളോട് പറയുന്നുണ്ട് നിന്നെ പോലെ നീ മാത്രമല്ല, നിന്നെ പോലെ ശക്തിയുള്ള വേറെ ആൾക്കാരുണ്ട്. അവർ മനുഷ്യരുമല്ല, ഇവിടെയെങ്ങും തന്നെയുള്ള ആളുകളുമല്ല. അതിൽ നിന്നെ പോലെ നല്ല ആളുകളും ഉണ്ട്, ചീത്ത ആളുകളും ഉണ്ട്. അതും പറഞ്ഞുകൊണ്ട് കത്തനാര് അവൾക്ക് വേണ്ടിയിട്ട് ഒരു തുണി എടുക്കുന്നു. എന്നാൽ ആ തുണിയുടെ അടിയിലായിട്ട് ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. ഈ പെട്ടി തന്നെയാണ് മൂവിയുടെ തുടക്കത്തില് ചന്ദ്ര തുറന്നിട്ട് അതിൽ നിന്ന് കത്തിയെടുക്കുന്നതായിട്ട് കാണിച്ചതും. പോലെ വേറെയും കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർക്കെല്ലാം തന്നെ ഡിഫറന്റ് ആയിട്ടുള്ള ശക്തികളും ഉണ്ട്, അതുപോലെ ബലഹീനതകളും. അതിൽ ദുഷ്ടന്മാരായ ആൾക്കാരെ എന്നെപ്പോലൊരു മനുഷ്യന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് കത്തനാര് പറയുന്നത്. അതിന് നീലിയെ പോലെയുള്ള ഒരാളുടെ സഹായം അയാൾക്ക് ആവശ്യമായിരുന്നു. കത്തനാർക്ക് ഒറ്റയ്ക്ക് തിളയ്ക്കാൻ പറ്റാത്ത 2 പേരുണ്ട്. അവരെ പിടികൂടാൻ അവളോട് അയാൾ സഹായം ചോദിക്കുന്നു. ആ 2 പേര് ആരാണെന്ന് നീലി ചോദിക്കുമ്പോൾ ഒരുത്തൻ ഒരു ചാത്തനാണെന്ന് മാത്രം കത്തനാര് പറയുന്നു. രണ്ടാമത്തെ ആളെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിന്നോട് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ പോയി കാണണമെന്ന് കത്തനാര് പറയുമ്പോൾ അത് ആരാണെന്ന് നീലി ചോദിക്കുന്നു. അത് മൂത്തോനെയാണെന്നാണ് കത്തനാർ പറയുന്നത്. കത്തനാർ ഇത് പറയുമ്പോൾ അവിടെ വെച്ചിരുന്ന ഒരു ദണ്ടിലേക്ക് നോക്കുന്നുണ്ട്. ആ ഒരു ദണ്ടിലായിട്ട് ആനയുടെ ചെറിയൊരു രൂപം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറ്റി ഇവിടെ ചന്ദ്രയാകട്ടെ സണ്ണിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ നാച്ചിയപ്പയാകട്ടെ ചന്ദ്രയുടെ വീട് പരിശോധിക്കുമ്പോൾ അലമാര സ്ഥിരമായിട്ട് മൂവ് ചെയ്തതിന്റെ ഒരു പാട് അയാൾ കാണുന്നുണ്ട്. അതിന്റെ പിന്നിലായിട്ട് അയാൾ സെർച്ച് ചെയ്യുമ്പോഴേക്കും രഹസ്യ അറ അവിടെ ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. ആ അറയ്ക്കുള്ളിൽ നിന്നും അയാൾക്ക് നേരത്തെ ചന്ദ്രയുടെ കയ്യിലിരുന്ന ആ ബുക്ക് കിട്ടുന്നു. ദേ ലിവ് എമംഗ് അസ് എന്ന് പറയുന്ന ബുക്ക്. അതിനുള്ളിൽ സണ്ണിയെ പോലെ തോന്നിക്കുന്ന ഒരാളുടെ ചിത്രവും ഉണ്ടായിരുന്നു. ദ ടെയിൽ ഓഫ് കള്ളിയങ്കാട്ട് നീലി എന്ന് അതിനുള്ളിൽ എഴുതിയിരിക്കുന്നതും കാണുന്നു. അതോടുകൂടി നാച്ചിയപ്പയ്ക്ക് എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ചന്ദ്ര അവിടെ വരുന്നു. ചന്ദ്രയ്ക്ക് മനസ്സിലായി റൂമിനുള്ളിൽ ആരോ ഉണ്ടെന്ന്. എന്നാൽ അവൾ മെയിൻ വാതിൽ വഴി അകത്ത് കയറാതെ വീടിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ചിട്ട് ജനല് വഴി അകത്തേക്ക് കടക്കുന്നു. നാച്ചിയപ്പ തോക്കും ചൂണ്ടി അവളുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. നീയാണ് സുന്ദരനെയും കൂട്ടരെയും കൊന്നതെന്ന് തനിക്ക് അറിയാമെന്ന് നാച്ചിയപ്പ പറയുന്നു. സുന്ദറും കൂട്ടരും ആരുടെ ആൾക്കാരാണെന്ന് നിനക്കറിയുമോ? ആ ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ കൂടെ നടക്കുന്നവരെ എല്ലാം തന്നെ ഈസി ആയിട്ട് കൊന്നുകളയാം. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ അവര് വന്ന് നിന്നെ കൊല്ലും. എന്നാൽ നീ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല എന്നാണ് ചന്ദ്ര പറയുന്നത്. അയാൾ തുടരെ തുടരെ അവളെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അവൾ ഈസി ആയിട്ട് ആ വെടിയുണ്ടകളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറി. ഈ ശബ്ദം കേട്ട് പേടിച്ചുപോയ സണ്ണിയാകട്ടെ താഴെ നിന്നും പെട്ടെന്ന് മുകളിലേക്ക് ഓടി വരുന്നു. നാച്ചിയപ്പ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവള് പെട്ടെന്ന് നാച്ചിയപ്പയുടെ കയ്യിൽ കയറി കടിച്ചു. അത് കണ്ടുകൊണ്ടാണ് സണ്ണി അവിടേക്ക് വരുന്നത്. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട് സണ്ണി ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലതെന്ന്. ആ പോലീസുകാരനെ നീ കൊല്ലരുതെന്നും കൊന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്നും സണ്ണി പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്ര അതൊന്നും കേൾക്കുന്നില്ല. നീ ഈ സ്ഥലം വിട്ട് പോകുന്നതാ നല്ലതെന്ന് സണ്ണി പറയുമ്പോൾ അവൾ വല്ലാതെ ഇമോഷണൽ ആയിട്ട് അവനെ നോക്കിയിരുന്നു. എന്നാൽ ഈ ഒരു സമയം മുതലെടുത്ത് നാച്ചിയപ്പയാകട്ടെ അവളെ ഷൂട്ട് ചെയ്യുന്നു. ചന്ദ്ര പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ആ ഉണ്ട സണ്ണി
സണ്ണിയുടെ ശരീരത്തിലൂടെ കടന്നുപോയി. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് വേണു അവിടേക്ക് ഓടി വരുമ്പോ കാണുന്നത് സണ്ണി വെടിയേറ്റ് വീഴുന്നതാണ്. ചന്ദ്രയും ആകെ ഷോക്കിലായിരുന്നു. ഇനി താൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്ര തന്നെ വെറുതെ വിടില്ലാന്ന് മനസ്സിലാക്കി നാച്ചിയപ്പയാകട്ടെ ജനലിലൂടെ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. വേണു നൈജിലും ചേർന്നിട്ട് സണ്ണി അവിടെ നിന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയാണ്. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് റിസ്ക് ആണെന്ന്. അവരെയും കൂട്ടി പഴയ ഒരു ഹോസ്പിറ്റൽ കെട്ടിടത്തിലേക്കാണ് ചന്ദ്ര പോകുന്നത്. ഒരു ഓട്ടോക്കാരനായിരുന്നു അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തത്. മൈക്കിൾസ് ഹെൽത്ത് സെന്റർ എന്നായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിന്റെ പുറത്ത് എഴുതിയിരുന്നത്. ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് വേണുവിന് നൈജിലിന് മനസ്സിലായത് അത് വെറും പഴകി ദ്രവിച്ച ഒരു ഹോസ്പിറ്റൽ ആണെന്ന്. ഇവിടെ എങ്ങനെ അവന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണു തന്നെ സണ്ണിയെ ട്രീറ്റ് ചെയ്യണമെന്ന്. എന്നാൽ അവൻ MBBS ഒന്നും തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. തനിക്ക് തിയറി മാത്രമേ അറിയൂ, പ്രാക്ടിക്കൽ അറിയില്ല എന്ന് വേണു പറയുന്നു. കണ്ടിട്ടത് ഫ്ലഷ് വൂണ്ടാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വെടിയുണ്ട പുറത്തെടുക്കാനാണ് വേണുവിനോട് അവൾ പറയുന്നത്. ആ സമയം നൈജില് ന്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ അതിലെല്ലാം തന്നെ ചന്ദ്രയുടെയും സണ്ണിയുടെയും ഫോട്ടോ വെച്ചിട്ട് ഇവർ ടെററിസ്റ്റുകളാണ് എന്നുള്ള രീതിയിലായിരുന്നു വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നത്. അതോടുകൂടി ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പോ പുറത്തിറങ്ങാൻ പറ്റില്ല, ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും പറ്റുമെന്ന്. എന്നാൽ വേണു പറയുന്നുണ്ട് താൻ പറയുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കില്ല, ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുമെന്ന്. ചന്ദ്ര എത്രയൊക്കെ തടുത്തിട്ടും അവർ പോകാൻ തുടങ്ങി. ഒടുവിൽ ചന്ദ്രയ്ക്ക് തന്റെ യഥാർത്ഥ രൂപം അവരെ കാണിക്കേണ്ടി വന്നു. അവളുടെ വായിലെ പല്ലുകളെല്ലാം കണ്ടിട്ട് ഇവർ ശരിക്കും പേടിച്ചുപോയി. ഇവിടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് കടിയും കിട്ടി കുറെ പരിക്കുകളും പറ്റിയ നാച്ചിയപ്പയാകട്ട ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. ചന്ദ്രയുടെ സത്യങ്ങൾ മനസ്സിലാക്കിയ നൈജിലും വേണു ഇവിടെ പേടിച്ചിരിക്കുകയാണ്. ആ സമയം ചന്ദ്ര പ്രകാശിനെ വിളിച്ച് സംസാരിക്കുന്നു. നീ ഇതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര നടന്ന കാര്യങ്ങൾ പറയുന്നു. താനിപ്പോൾ മൈക്കിളിന്റെ ക്ലിനിക്കിലാണെന്ന് പറയുന്നു. അവിടെ നിൽക്കാതെ നീ ജോണിയുടെ അടുത്തേക്ക് പോകുന്നത് നല്ലതെന്നാണ് പ്രകാശ് പറയുന്നത്. പ്രകാശിന്റെ അടുത്തായിട്ട് മൂത്തോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ അയാളുടെ ആ ദണ്ഡു ഉണ്ടായിരുന്നു. പ്രകാശ് ചന്ദ്രയോട് പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കണ്ട എന്നും എത്രയും പെട്ടെന്ന് ഈ നാട് വിടുന്നതാണ് നല്ലതെന്നുമാണ് മൂത്തോൻ പറയുന്നതെന്ന്. പക്ഷേ സണ്ണിയെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ അവൾക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മൂത്തോൻ പറഞ്ഞ പ്രകാരം ഇവിടെ ഇനിയും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോവുകയാണെന്നാണ് പ്രകാശ് അവളോട് പറയുന്നത്. മൂത്തോന്റെ കൂടെ നിൽക്കാനാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തന്നെ. അപ്പോഴേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ജോണിയുടെ സ്ഥലത്തേക്ക് പോയെങ്കിലേ പറ്റൂ. പ്രകാശിന്റെ കോൾ കട്ട് ചെയ്ത ശേഷം അവൾ ന്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ നാച്ചിയപ്പ ഇപ്പോഴും അവളുടെ കടി കൊണ്ട ശേഷം ജീവനോടെ ഇരിക്കുന്നത് അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സീൻ ഇവിടെ കട്ടായ ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു ബാറാണ്. ആ ബാറിലേക്ക് നേരത്തെ ഇവരെ മൈക്കിളിന്റെ ക്ലിനിക്കിൽ കൊണ്ടുവിട്ട ആ ഒരു ഓട്ടോക്കാരൻ ഒരു കസ്റ്റമറിനെയും കൂട്ടി വരുന്നു. അതേസമയം ആ ക്ലിനിക്കിന്റെ ഉടമസ്ഥനായ മൈക്കിളും അവിടെ തന്നെയുണ്ട്. അയാളുടെ കയ്യിലായിട്ട് ഒരു പറക്കം തളികയുടെ ടാറ്റു ഉണ്ടായിരുന്നു. ഈ മൈക്കിൾ ശരിക്കും ഒരു ചാത്തനാണ്. ടിവിയിൽ ചന്ദ്രയുടെ ഫോട്ടോ കണ്ടിട്ട് ചാത്തൻ തിരിച്ചുകൊണ്ട് നീലി എന്ന് പറയുന്നു. അതേസമയം ആ ഒരു ഓട്ടോ ഡ്രൈവറും ഈ ഫോട്ടോ കണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഇവരെ ഇപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ഡ്രോപ്പ് ചെയ്തു എന്ന്. ആ ഓട്ടോക്കാരൻ പറയുന്നത് ചാത്തനം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ചാത്തൻ അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇവിടെ ചന്ദ്രയുടെയും സണ്ണിയുടെയും ഫോട്ടോസ് എല്ലാം തന്നെ വാണ്ടഡ് ലിസ്റ്റിൽ വന്നിട്ട് ന്യൂസിലെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. സണ്ണിയുടെ പൂച്ചയുടെ കൂടെ സണ്ണിയുടെ ഫ്ലാറ്റിൽ കിടന്നുറങ്ങുന്ന ഇവരുടെ പാർട്ടിക്ക് വന്ന ആ ഒരു ചങ്കുണ്ടായിരുന്നല്ലോ, അവൻ ഈ ന്യൂസ് കാണുന്നതായിട്ടും കാണിക്കുന്നു. അവൻ മാത്രമല്ല നഗരത്തിന്റെ പലയിടത്തു നിന്നും ഇവരുടെ ഫോട്ടോസും ഈ ഒരു ന്യൂസും കണ്ടിട്ട് ഞെട്ടിത്തരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ കൂട്ടത്തില് ഡോക്ടർ വർഗീസ് കുര്യനും ഉണ്ടായിരുന്നു. പല ജോലികളിൽ മുഴുകിയിരിക്കുന്ന പല ആൾക്കാരും ഈ ന്യൂസ് കണ്ടിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്ത പോലെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമ്മളെ ജോണിയുടെ സ്ഥലമാണ് കാണിക്കുന്നത്. ജോണി നടത്തുന്ന കഫേയിലിരുന്ന രണ്ടുപേരാകട്ടെ ജോണിയോട് ചോദിക്കുന്നുണ്ട് കുറെ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ആൾ എവിടെയാണെന്ന്. അതിന് മറുപടിയായിട്ട് ഇപ്പൊ വരുമെന്ന് ജോണി പറയുന്നു. ഇവർ ആരെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് പിന്നെ കാണാം. ആ സീൻ അവിടെ കട്ടായിക്കൊണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു മിനിസ്റ്ററിന്റെ ക്യാബിനിലേക്ക് ഒരു ഓഫീസർ വരുന്നതാണ്. നീലിയുടെ കഥയില് ആ രാജാവില്ലേ അതേ ഫേസ് തന്നെയായിരുന്നു ഈ ഓഫീസറിനും ഉണ്ടായിരുന്നത്. അയാളെ കണ്ടതും ഈ മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞ ആ പെൺകുട്ടി ഇതാണോ എന്ന്. അതേന്ന് അയാൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗരുഡ ഫുഡ്സിനെ നിയമിക്കാമെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. കാരണം ചന്ദ്രയും സണ്ണിയൊക്കെ ടെററിസ്റ്റ് ആണെന്നാണല്ലോ ന്യൂസിലെല്ലാം തന്നെ പറയുന്നത്. ഗരുഡ ഫുഡ്സിനെ ഉപയോഗിച്ച് അവരെ പിടിക്കാനായിരുന്നു പ്ലാനിങ്. പക്ഷേ ഈ വന്ന ഓഫീസർ ആകട്ടെ മിനിസ്റ്ററിനോട് പറയുന്നുണ്ട് വെടിവെക്കുന്നവരോട് പറയണം ഒന്നുകിൽ അവളുടെ നെഞ്ചിന് നേരെയോ അല്ലെങ്കിൽ കഴുത്തിന് പിന്നിലോ വെടിവെക്കാൻ. കൂടാതെ എത്രയും പെട്ടെന്ന് നാച്ചിയപ്പെ കണ്ടെത്തണം, എനിക്ക് അയാളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ടാണ് ആ ഓഫീസർ അവിടെ നിന്ന് പോകുന്നത്. ആ ടൈമിൽ മിനിസ്റ്ററിന്റെ ഫോണിലേക്ക് ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ കോള് വരുന്നുണ്ട്. ഇവിടെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും കടി കിട്ടിയ നാച്ചിയപ്പയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന അയാളാകട്ടെ ചെവിയിൽ എന്തൊക്കെയോ സൗണ്ട് കേട്ട് അമ്മയുടെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ കഴുത്തിലെ വെയിനിലൂടെ രക്തം കടന്നു പോകുന്ന സൗണ്ടാണ് താൻ കേൾക്കുന്നതെന്ന്. തനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നാച്ചിയപ്പയ്ക്ക് മനസ്സിലായില്ല. ആ സമയത്ത് അയാളുടെ ആ സീനിയർ ലേഡിയില്ലേ അവര് വന്നിട്ട് നാച്ചിയപ്പെ കുറെ വഴക്ക് പറയുന്നു. ആ രണ്ടെണ്ണത്തിനെ നിന്റെ കൺമുന്നിൽ കിട്ടിയിട്ട് നീ പിടിക്കാതെ വന്നിരിക്കുന്നു, അതും പറഞ്ഞ് അവന്റെ മുഖത്തടിക്കുകയും ചെയ്തു. നാച്ചിയപ്പയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ അപ്പോ ഒരു രീതിയിലും റിയാക്ട് ചെയ്യുന്നില്ല. അയാൾക്ക് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ലേഡി അവിടെ നിന്നും പോയത്. ആ ലേഡി പോയി കഴിയുമ്പോൾ നാച്ചിയപ്പ ജഗദീഷിനോട് പറയുന്നുണ്ട് ആ പെണ്ണിനെയും ചെക്കനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ നീ ആദ്യം എന്നെ തന്നെ അറിയിക്കണമെന്ന്. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന നാച്ചിയപ്പയ്ക്കാകട്ടെ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ആളുടെ കയ്യിൽ നിന്നും നേഴ്സ് ബ്ലഡ് എടുക്കുന്ന കാണുമ്പോൾ ഒരുതരം കൊതി വരുന്നു. സ്വന്തം കയ്യിൽ നിന്നും ബ്ലഡ് എടുത്തിട്ട് ബാക്കി ഒരു തുള്ളി ബ്ലഡ് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് അയാൾ അത് കയ്യിൽ തൊട്ട് തന്റെ നാവിലേക്ക് വെക്കാൻ തുടങ്ങി. ബ്ലഡിന്റെ ടേസ്റ്റ് അയാൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതായത് നമ്മുടെ
നമ്മുടെ ചന്ദ്രയെ പോലെ ഇയാള് ഒരു വാമ്പയറായി മാറുകയായിരുന്നു. ന്യൂസിലെല്ലാം തന്നെ നാച്ചിപ്പയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കണ്ടതോടുകൂടി ഡോക്ടർ വർഗീസ് കുര്യൻ നാച്ചിയപ്പെ കാണാൻ വരുന്നു. അയാളുടെ ശരീരത്തിൽ ചന്ദ്രയുടെ കടിയേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ വർഗീസ് കുര്യനും മനസ്സിലായി. ഇൻഫെക്ഷൻ പടർന്നിട്ടുണ്ട്, ഇവളെ കടിച്ചതുകൊണ്ടാ ഇത് സംഭവിച്ചെന്നും പറയുന്നു. നിങ്ങൾ ആരാ എന്തൊക്കെയായി പറയുന്നെന്ന് നാച്ചിപ്പ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് താൻ ഒരു ഡോക്ടറാണെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ കടിച്ച ആ പെൺകുട്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ പെൺകുട്ടിയല്ല. പുരാണങ്ങളിലെ യക്ഷിയും ചാത്തനെയും ഒടിയനെയും മാടനെയൊക്കെ പറ്റി പറയാറില്ലേ, അതിലെ യക്ഷിയാണ് അവൾ. പുരാണങ്ങളിലെ ഈ ആൾക്കാരൊന്നും തന്നെ കെട്ടുകഥകളല്ല, അവരെല്ലാം നമുക്കിടയിൽ നമ്മൾ പോലും അറിയാതെ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് നാച്ചിയപ്പ ചോദിക്കുമ്പോൾ അയാൾ അതിന് മറുപടി പറയുന്നില്ല. ഇതൊരു വൈറസ് ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത്. എന്ത് വൈറസ് ആണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നോ ഇതിന്റെ മരുന്ന് എന്താണെന്നോ ഒന്നും തന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. തൽക്കാലം ഞാൻ നിങ്ങളുടെ കുറച്ച് ബ്ലഡ് എടുത്തിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ നാച്ചിയപ്പയുടെ ബ്ലഡ് എടുത്തു പോയി. ഇവിടെ മൈക്കിളിന്റെ ക്ലിനിക്കിൽ കിടന്ന സണ്ണിക്ക് ബോധം തെളിയുന്നു. ചന്ദ്രവനോട് പറയുന്നുണ്ട് നിന്റെ വേദന കൊന്നിട്ടുണ്ടാവും, മോർഫിന്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്ന്. ചന്ദ്ര സണ്ണിയോട് സോറി പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂന്ന്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവള് പറയുന്നു നീ മീഡിയയുടെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയണം. സുന്ദരനെയും കൂട്ടരെയും കൊന്നത് ഞാനാണ്, സണ്ണിയെ ഞാൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണി അവർ വെറുതെ വിടും. ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സണ്ണിയുടെ തലച്ചോറിൽ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്, ആരൊക്കെയോ സംസാരിക്കുന്ന പോലെ. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് നിനക്ക് മോർഫിന്റെ ഇഞ്ചക്ഷൻ എടുത്തില്ലേ, അതുകൊണ്ട് തോന്നുന്നതായിരിക്കുമെന്ന്. സൺലൈറ്റ് അല്ലാതെ ചന്ദ്രയ്ക്ക് വേറെന്തെങ്കിലും ബലഹീനതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്റെ ഹൃദയമാണ് എന്റെ വീക്ക്നെസ് എന്ന്. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ ഞാൻ മരിക്കും. ചന്ദ്ര എന്നെ കടിച്ചാൽ ഞാനും ചന്ദ്രയെ പോലെ ആകുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ഒരു മനുഷ്യ ശരീരത്തിന് ഈ ഒരു വൈറസിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിനൊരു ക്ലീൻ ഹെൽത്തി ബോഡി വേണം. അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ ആകും അയാൾ. പക്ഷെ സണ്ണിയുടേത് ആൽക്കഹോളും സ്മോക്കിങ്ങും എല്ലാം നിറഞ്ഞ ഒരു അൺഹെൽത്തി ബോഡിയാണ്. അതുകൊണ്ട് ഞാൻ സണ്ണിയെ കടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വൈറസിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. റാബിസ് വൈറസിനെ പോലെ ഇരിക്കും തോന്നിക്കുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും സണ്ണി മരിക്കുകയും ചെയ്യും. പക്ഷെ ഒരു ക്ലീൻ ഹെൽത്തി ബോഡി ആണെങ്കിൽ ചന്ദ്രയെ പോലെ ആകുമെന്ന് അവൾ പറഞ്ഞില്ലേ. അതേസമയം തന്നെ നമ്മളെ നാച്ചിയപ്പയെ കാണിക്കുന്നു. നാച്ചിയപ്പയുടേത് ഒരു ക്ലീൻ ഹെൽത്തി ബോഡിയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾക്ക് മദ്യപാനോ സ്മോക്കിങ്ങോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ ആ വൈറസ് അയാളുടെ ബോഡി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അയാളുടെ സാധാ പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ട് ദംഷ്ട്രകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ചില സൗണ്ടുകൾ അയാളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ജഗദീഷിന്റെ കൂടി ഉണ്ടായിരുന്ന 2 പോലീസുകാര് സണ്ണിയുടെയും കൂട്ടരുടെയും നമ്പർ ട്രേസ് ചെയ്ത് മൈക്കിളിന്റെ ക്ലിനിക്കിലെത്തി. ഉറങ്ങിക്കുന്ന സണ്ണിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത് കണ്ടിട്ട് ചന്ദ്രയെ കിട്ട് അയാളെ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ രണ്ടാമത്തെ പോലീസുകാരൻ ചന്ദ്രയുടെ കഴുത്തിന് പിന്നിലായിട്ട് ഷൂട്ട് ചെയ്തു. അവൾ അപ്പൊ തന്നെ ബോധം കെട്ട് വീഴുന്നു. സണ്ണിയെ അവർ അവിടെ തന്നെ വിലങ്ങ് വെച്ച് കിടത്തി. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ചാത്തനായ മൈക്കിൾ അവിടേക്ക് വരികയും കുറെ കൺകെട്ട് വിധികളെല്ലാം കാണിച്ച് ഈ 2 പോലീസുകാരെയും പേടിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായില്ല. ചാത്തനെ കണ്ടിട്ട് സണ്ണിയും ചിന്തിക്കുന്നുണ്ട് ഇതാരാണെന്ന്. ചാത്തൻ തലകീഴായി നടക്കുന്നുണ്ടായിരുന്നു. ബോധം കെട്ട് കിടന്ന ചന്ദ്രയുടെ തലയിൽ നിന്നും ചാത്തൻ ആ ബുള്ളറ്റ് എടുത്തു മാറ്റി. എന്നിട്ട് പതിയെ അവളുടെ ചെവിയിൽ നീലിന്ന് വിളിച്ചപ്പോ അവളുടെ ബോധം തിരിച്ചു വരികയും ചെയ്തു. അവർ പരസ്പരം കണ്ട ഉടനെ ചാത്തൻ അവളോട് പറയുന്നത് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നാണ്. പക്ഷേ ആ സമയം ചാത്തന്റെ ചെവിയിൽ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ചാത്തൻ ബാക്കിലേക്ക് നോക്കി പറയുന്നുണ്ട് അതാരാ പുറത്ത് പുതിയൊരുത്തം വന്നിരിക്കുന്നതെന്ന്. അതായത് പുറത്തൊരു പുതിയ വാമ്പയർ വന്നുവെന്ന് ചാത്തന് മനസ്സിലായി. ആ സമയം തന്നെ നമ്മളെ നാച്ചിയപ്പയെ കാണിക്കുന്നുണ്ട്. ജഗദീഷ് പറഞ്ഞിട്ട് നാച്ചിയപ്പയും മൈക്കിളിന്റെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നാച്ചിയപ്പ ആകെ കൺഫ്യൂഷനിലിരിക്കുകയാണ് ഇവിടെ. അതൊക്കെ കണ്ട് പേടിച്ച് ജഗദീഷ് ആകട്ടെ ഇവരുടെ സീനിയർ ലേഡിയെ വിളിച്ചിട്ട് സണ്ണിയും കൂട്ടരും ഇവിടെ ഉണ്ടെന്നും നാച്ചിയപ്പ എന്തൊക്കെ വികൃതമായിട്ട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ നാച്ചിയപ്പ ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും സണ്ണിയും കൂട്ടരും മൈക്കിളിന്റെ കൂടെ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചാത്തൻ ആക്രമിച്ചിട്ട് പോയ 2 പോലീസുകാരില്ലേ, ആ പോലീസുകാരെ നാച്ചിയപ്പ കാണുന്നു. അവരുടെ ശരീരത്തിൽ നിന്നും രക്തം പോകുന്നുണ്ടായിരുന്നു. നാച്ചിയപ്പ ആർത്തിയോടെ അത് നോക്കിയിരിക്കുകയാണ്. ചാത്തൻ ചന്ദ്രയും കൂട്ടരെയും കൊണ്ട് നേരെ പോകുന്നത് ജോണിയുടെ ഹോളി ഗ്രെയിൽ കഫേയിലേക്കാണ്. അവിടെ വെച്ച് ചന്ദ്രയെ കിട്ട പ്രകാശിനെ കോൾ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നാച്ചിയപ്പ ഇൻഫെക്റ്റഡ് ആണെന്നും ഞാനത് ഹാൻഡിൽ ചെയ്തിട്ട് ഇവിടെ നിന്നും പൊയ്ക്കൊള്ളാമെന്നും. എന്നാൽ അതൊക്കെ മൂത്തോൻ ഹാൻഡിൽ ചെയ്യുമെന്നാണ് പ്രകാശ് പറയുന്നത്. നാച്ചിയപ്പ ഫ്രഷ്ലി കൺവേർട്ട് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് സൂര്യപ്രകാശം ഇപ്പോൾ അലർജി ഉണ്ടാകില്ല. വർഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് സൂര്യപ്രകാശം അലർജി ആയിട്ട് വരുന്നത്. മാത്രമല്ല ഫ്രഷ്ലി കൺവേർട്ട് ആയതുകൊണ്ട് തന്നെ അവൻ നല്ല പവർഫുൾ ആണെന്നും പ്രകാശ് പറയുന്നു. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും അയാളെ നേരിടാൻ പറ്റില്ല. ഇവിടെ നാച്ചിയപ്പയെ അന്വേഷിച്ച് മൈക്കിളിന്റെ ക്ലിനിക്കിലേക്ക് വന്ന ആ ഒരു ലേഡി ഓഫീസർ കാണുന്നത് നാച്ചിയപ്പ മറ്റു 2 പോലീസുകാരെയും കൊന്നിട്ടിരിക്കുന്നതാണ്. പ്രകാശ് ചന്ദ്രയോട് പറയുന്നുണ്ട് നിന്റെ പാസ്പോർട്ടും ടിക്കറ്റുമായിട്ട് കുമാർ വരും, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിക്കണമെന്ന്. ആ പയ്യന്മാരെ തൽക്കാലം സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റാനും പറയുന്നു. അങ്ങനെ ജോണി ഇവരെല്ലാം കൂട്ടി ആ ഒരു കഫേയുടെ ബേസ്മെന്റിലേക്ക് പോകുന്നു. ഈ ജോണി ആരാണെന്ന് സണ്ണി ചന്ദ്രയോട് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇവന്റെ കുടുംബത്തിലെ ആൾക്കാര് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. കടമറ്റത്ത് കത്തനാറിന്റെ കുടുംബത്തിലെ പുതിയ തലമുറയിലെ ആളായിരുന്നു ജോണി. ബേസ്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം തന്നെ രക്തം പറ്റി കിടപ്പുണ്ടായിരുന്നു. ഒരാളിൽ നിന്ന് അതെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സണ്ണിക്കും കൂട്ടർക്കും മനസ്സിലായി. അവിടെ ആരെയോ കെട്ടിയിട്ടിരുന്ന ഒരു കസേര ശൂന്യമായി കിടക്കുന്നു. നടന്നു പോകുന്ന വഴിയിൽ റൂമിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളുടെ ബാക്കിൽ തൂക്കിയിട്ടിരുന്ന ജാക്കറ്റിനകത്ത് ചെന്നായുടെ ചിത്രമുണ്ടായിരുന്നു. നാച്ചിയപ്പ ഒരു വാമ്പയർ സ്ഥിതിക്ക് എപ്പോ വേണമെങ്കിലും അയാൾ നമ്മളെ ആക്രമിക്കുമെന്ന് സണ്ണിക്കും കൂട്ടർക്കും തോന്നി. അവരെങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മുടെ ചാത്തനാകട്ടെ കുറെ ഗൺസ് എല്ലാം കൊണ്ടുവന്ന് ഇവരുടെ കയ്യിൽ
കയ്യിൽ കൊടുത്തിട്ട് തൽക്കാല സേഫ്റ്റിക്ക് തിരുന്നോട്ടെ എന്ന് പറയുന്നു. ചന്ദ്രയുടെ ചാത്തൻ പറയുന്നുണ്ട്, അകത്ത് ചാർലി ഇരിപ്പുണ്ട്, നീ കണ്ടില്ലേ എന്ന്. ഞാൻ തൽക്കാലം അവന്റെ കൂടെ പോവുകയാ, ഒരു ബേബി സിറ്റിംഗ് ജോലി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതും പറഞ്ഞിട്ടാണ് ചാത്തൻ അവിടെ നിന്നും പോകുന്നത്. പോകുന്നതിന് മുമ്പ് ചാത്തന്റെ കാറ് സണ്ണിക്കും കൂട്ടർക്കും കൊടുത്തിട്ടാണ് പോകുന്നത്. ചാത്തനൊരു മായ പോലെ അവിടെ നിന്നും മറഞ്ഞുപോയി. ഇതൊക്കെ എന്തായി നടക്കുന്നതെന്ന് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സണ്ണിയും കൂട്ടരും. ജഗദീഷ് ആകട്ടെ സണ്ണിയും കൂട്ടരും എങ്ങോട്ടാ പോയെന്ന് CCTV വഴി നോക്കി നാച്ചിയപ്പയ്ക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. ഹോളി ഗ്രേയിൽ കഫേയിലേക്കാ പോയതെന്ന് പറഞ്ഞിട്ട്. നാച്ചിയപ്പയാകട്ടെ വെറു പിടിച്ച പോലെ തന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് താൻ ചെയ്ത കാര്യങ്ങളെ പറ്റി അഭിമാനത്തോടെ പറയുന്നു. ആ ലേഡിയാകട്ടെ നാച്ചിയപ്പയുടെ നേരെ കുറെ വെടിയുണ്ടുകൾ ഉതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം മറ്റു പോലീസുകാരെ നാച്ചിയപ്പ കൊന്നിരുന്നല്ലോ. പക്ഷെ നാച്ചിയപ്പ ജഗദീഷിനെ ഒന്നും ചെയ്യാതെ ആ ലേഡി ഓഫീസറിനെ മാത്രം കൊന്നുകളഞ്ഞു. താൻ നല്ല ശക്തിയുള്ളവനായി മാറിയെന്ന് നാച്ചിയപ്പയ്ക്ക് മനസ്സിലായതോടുകൂടി എന്തും നേടിയെടുക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. തന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്ന് അയാൾ വിശ്വസിച്ചു. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നാച്ചിയപ്പ തന്റെ അമ്മയെ പോലും കടിച്ചു കൊല്ലുകയാണ്. ഇവിടെ ചന്ദ്ര സണ്ണിയോട് പഴയൊരു കഥ പറയുന്നു. സണ്ണിയുടെ മുഖച്ചായുള്ള ഒരു ഫോട്ടോ എപ്പോഴും ചന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? അത് 1905 ചന്ദ്രയുടെ കാമുകനായിരുന്നു. അന്നൊരു ബ്രിട്ടീഷ് ആർമിക്കാരൻ ചന്ദ്രയുടെ പിറകെ വരികയും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ബ്രിട്ടീഷ് ആർമിക്കാരൻ ഉതിർത്ത വെടിയുണ്ട ചന്ദ്രയുടെ കാമുകൻ സ്വന്തം നെഞ്ചിൽ ഏൽക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് അന്ന് അവളുടെ കാമുകൻ മരിച്ചത്. തനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം ഇപ്പോഴും ചന്ദ്രയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് സണ്ണിയെ ആദ്യമായിട്ട് ചന്ദ്ര കണ്ടപ്പോ അങ്ങനെ തന്നെ അവൾ നോക്കി നിന്നു പോയത്. പഴയ അതേ കാമുകന്റെ മുഖച്ഛായായിരുന്നല്ലോ സണ്ണിക്ക്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ജോണി വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ് സിറ്റുവേഷൻ എന്ന്. ചന്ദ്ര കൊന്ന സുന്ദരാകട്ടെ ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്യാങ്സ്റ്ററും പൊളിറ്റീഷ്യനുമായ ആളുടെ അനിയനാണ്. ഇതേ ഗജേന്ദ്രന്റെ കോളായിരുന്നു നമ്മുടെ മിനിസ്റ്റർക്കും വന്നിട്ടുണ്ടായിരുന്നത്. ചന്ദ്രയെ എങ്ങനെയും കൊന്നേ അയാൾ അടങ്ങുമെന്നായിരുന്നു. അയാൾ ഹോം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആയ ഗരുഡ ഫോഴ്സിനെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. ചന്ദ്രയ്ക്കും സണ്ണിക്കും കൂട്ടർക്കും എല്ലാം തന്നെ റിസ്ക് ആണ്. എന്തായാലും പ്രകാശ് ഇങ്ങോട്ട് വരും, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് ജോണി പറയുന്നു. നാച്ചിയപ്പ സ്വന്തം അമ്മയെ കൊന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഗജേന്ദ്ര തന്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മിനിസ്റ്റർ ആ പയ്യനും ചെക്കനെയും ജീവനോടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗരുഡ ഫോഴ്സിനെ അയച്ചിരിക്കുകയാണ്. പക്ഷെ അവരെ ജീവനോടെ പിടിക്കാനൊന്നും അനുവദിക്കണ്ട, അവരെ കൊന്നു കളഞ്ഞേക്കാൻ. കൂടെ നാച്ചിയപ്പയും കൊന്നു കളയാൻ അയാൾ തന്റെ ആൾക്കാരോട് പറയുന്നു. ഇവിടെ ചന്ദ്രയും കൂട്ടരും ആ കഫേയിലിരിക്കുകയാണ്. ചുറ്റും ഗരുഡ ഫോഴ്സിന്റെ ആൾക്കാർ വളഞ്ഞിട്ടുണ്ടായിരുന്നു. കുമാർ അവളുടെ പാസ്പോർട്ടുമായിട്ട് അവിടെ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, പോലീസുകാർ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന്. ജോണി അകത്തു നിന്നും എല്ലാ വാതിലുകളും പൂട്ടി. ഇപ്പൊ അവർക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവൾ സണ്ണിയോടും കൂട്ടരോടും ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തോക്കുമെടുത്ത് മെയിൻ ഡോറിന്റെ അടുത്തേക്ക് വരുന്നു. ഗരുഡ ഫോഴ്സിന്റെ ആൾക്കാർ ഉള്ളിലേക്ക് കടന്നതും പിന്നെ അവളുമായിട്ട് ഫൈറ്റ് നടക്കുകയാണ്. അവരെ എല്ലാം തന്നെ അവൾ അടിച്ചു വീഴ്ത്തി. ഫോഴ്സിന്റെ ആൾക്കാരുടെ കൂടെ ഗജേന്ദ്രന്റെ ആൾക്കാരും കൂടി അവിടേക്ക് വരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സണ്ണി അവളുടെ അടുത്തേക്ക് വരുമ്പോ സണ്ണിയോട് അവിടെ നിന്ന് പോകാൻ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഗജേന്ദ്രന്റെ ആൾക്കാർ അവളുടെ ചെസ്റ്റിലേക്ക് വെടിവെക്കുന്നു. അവളുടെ ബോധം പതിയെ പോകാൻ തുടങ്ങി. അപ്പോഴും അവൾ അവനോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. എന്നാൽ ആൾക്കാർ വന്ന് അവളെ കൈയോടെ പിടികൂടുന്നതിന് മുമ്പ് അവനാകട്ടെ അവൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ബ്ലഡ് എടുത്തുകൊണ്ട് വന്ന് അവളുടെ അടുത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. സണ്ണിയുടെ നേരെ ഈ ആൾക്കാർ ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷെ സണ്ണി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ബാക്കിലേക്ക് ഓടി. ആ സമയം കൊണ്ട് ബ്ലഡ് കുടിച്ച് തന്റെ ശരീരത്തിലെ മുറിവ് മാറ്റിയ ചന്ദ്രയാകട്ടെ വീണ്ടും ശക്തിയോടെ കൂടി ഇവരെ തിരിച്ചടിക്കാൻ തുടങ്ങി. പക്ഷെ അവരെല്ലാം അടിച്ചൊതുക്കി കഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് അടുത്ത എതിരാളി വരുന്നു. ചന്ദ്രയെ തേടി നാച്ചിയപ്പ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നാച്ചിയപ്പയെ കണ്ടയുടൻ ചന്ദ്രയാകട്ടെ കത്തനാറുടെ കയ്യിൽ നിന്നും തനിക്ക് കിട്ടിയ ആ ഒരു കത്തിയെടുത്ത് നേരെ അവന്റെ നെഞ്ചിലേക്ക് അഴുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നാച്ചിയപ്പ ഈസി ആയിട്ട് തടഞ്ഞു. അതോടെ നാച്ചിയപ്പയ്ക്ക് മനസ്സിലായി ഹൃദയമാണ് വീക്ക്നെസ് എന്ന്. പിന്നെ ഇവര് തമ്മിൽ വലിയൊരു ഫൈറ്റാണ് നടക്കുന്നത്. കുറെ നേരം ചന്ദ്ര പിടിച്ചു നിന്നു. പക്ഷെ പതിയെ അവൾ തളരാൻ തുടങ്ങി. സൂര്യപ്രകാശത്തിലേക്ക് അവളെ കൊണ്ടുവന്നപ്പോ അവളുടെ കൈയെല്ലാം തന്നെ പൊള്ളുന്നത് നാച്ചിയപ്പ കണ്ടു. അവളെ കൂടുതൽ സൂര്യപ്രകാശത്തിലേക്ക് നാച്ചിയപ്പ കൊണ്ടുപോയി. ഇത് കണ്ടിട്ട് സഹിക്കാനാവാതെ സണ്ണിയാകട്ടെ തോക്കെടുത്തുകൊണ്ടുവന്ന് നാച്ചിയപ്പയെ ഷൂട്ട് ചെയ്യുന്നു. കുറെ വെടിയുണ്ടുകൾ അയാളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. ചെറിയ രീതിയിൽ ബോധം പോയി അയാൾ താഴേക്ക് വീണ നേരത്ത് സണ്ണി പോയി ചന്ദ്രയെ അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. നാച്ചിയപ്പ ബോധം കെട്ട് കിടക്കുകയാണ്. അയാളെ പൂർണ്ണമായിട്ടും കൊന്നെങ്കിലേ പറ്റൂ. അതിനാ കത്തിയെടുക്കാൻ സണ്ണിയോട് അവൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും നാച്ചിയപ്പ നിമിഷ നേരം കൊണ്ട് എഴുന്നേറ്റ് പോയി ആ കത്തിയെടുത്ത് നൈജിലിന്റെ കഴുത്തി വെക്കുന്നു. നിന്നെ രക്ഷിക്കാൻ എന്തായാലും നിന്റെ ആൾക്കാർ വരില്ലേ എന്നാണ് ചന്ദ്രയോട് അയാൾ ചോദിക്കുന്നത്. നിന്നെ കൊല്ലാൻ എന്തായാലും അവര് വരുമെന്ന് പറയുമ്പോ എന്നെ എന്തിനാ അവര് കൊല്ലുന്നത്? ഞാൻ നിങ്ങളെപ്പോലെ ആയതാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് അയാൾ ചോദിക്കുന്നു. നീ മനുഷ്യനാണെങ്കിലും അല്ലെങ്കിലും നീ മരിക്കേണ്ടവനാണെന്നാണ് അവള് പറയുന്നത്. ദേഷ്യം വന്ന നാച്ചിയപ്പ അവളെ കുത്താൻ കത്തിയുമായി അവളുടെ നേരെ വരുന്നു. അവളുടെ മുന്നിലേക്ക് സണ്ണി കയറി നിന്നു. സണ്ണിയെ രക്ഷിക്കാൻ വേണു കയറി നിന്നു. കത്തി കൊള്ളുന്നത് വേണുവിന്റെ മുതുകത്താണ്. പക്ഷെ ആ ഒരു നിമിഷം മുതലെടുത്ത് ചന്ദ്ര ആ കത്തി വലിച്ചൂരി നാച്ചിയപ്പയുടെ നെഞ്ചിലേക്ക് തന്നെ കുത്തിയിറക്കി. അതോടെ നാച്ചിയപ്പയുടെ കഥ കഴിഞ്ഞു. ഗജേന്ദ്രന്റെ ആൾക്കാരാകട്ടെ ജഗദീഷിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചത്തുവെന്ന്. അകത്തേക്ക് കയറി ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ജഗദീഷ് പറയുന്നത്. അയാൾ മറ്റു പോലീസുകാരെയും കൂട്ടി അകത്തേക്ക് കയറി നോക്കുമ്പോ അവിടെ എല്ലാം തന്നെ ഡെഡ് ബോഡീസ് ആയിരുന്നു. ജോണിയും കൂട്ടരും നാച്ചിയപ്പയെ ഒരു ബോക്സിലാക്കി ഉള്ളിലേക്ക് തള്ളി വെക്കുന്നത് കാണിക്കുന്നു. നാച്ചിയപ്പയെ വെച്ചതുപോലെ ഒരുപാട് ബോക്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇതുപോലെ പല ആളുകളെയും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ആ ബോക്സുകളുടെ എല്ലാം മുകളിലായിട്ട് ഓരോ ചിഹ്നവും ഉണ്ടാകും. പലതരത്തിലുള്ള വാമ്പയേഴ്സിന്റെ ചിഹ്നങ്ങളാകാതെ തൽക്കാല പ്രശ്നങ്ങളൊക്കെ ഒഴിവായപ്പോൾ സണ്ണി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, നീ ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന്. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ
പോകുമെന്ന് ചന്ദ്ര പറയുന്നു. അവനൊന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അവളെ വിളിക്കാൻ അവളുടെ കയ്യിൽ ഫോൺ പോലും ഇല്ലായിരുന്നു. രണ്ടുപേരും വല്ലാതെ ഇമോഷണൽ ആയിരുന്നു. ചന്ദ്ര അവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. സണ്ണിയും വേണുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മൂവി ഇവിടെ അവസാനിച്ചെങ്കിലും ഇനിയും 2 സീൻ കൂടി കാണിക്കുന്നു. അതായത് ഇവർ അണ്ടർഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെയെല്ലാം രക്തം കിടക്കുന്നത് കാണിച്ചില്ലേ, അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി കാണിക്കുന്നത്. രണ്ടുപേർ ഇടയ്ക്ക് ജൂണിയുടെ കഫേയിലിരുന്നിട്ട് കോംപ്രമൈസിന് ഞങ്ങളെ വിളിച്ചിട്ട് ആൾ എവിടെയെന്ന് ചോദിച്ചില്ലേ, ആ ആള് ചാർലി ആയിരുന്നു. അതായത് ഈ ചാർലി ഒരു ഒടിയനാണ്. ആൾക്കാർ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ ഗ്യാങ്ങിലുള്ള മറ്റൊരാളെ ഈ ഒടിയൻ പിടിച്ചിട്ട് അവിടെ കസേരയിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയ, നിന്നോട് ഇത് ആരാ ചെയ്തെന്ന് ചോദിച്ചിട്ട് അവരയാളുടെ കെട്ടഴിച്ചു വിടാൻ നേരത്ത് അവൻ പറയുന്നുണ്ട് അത് മനുഷ്യനൊന്നുമല്ല വേറെന്തോ ആണെന്ന്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ. ആ സമയത്ത് നേരത്തെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ഒരു കാലില്ലാത്ത നായയില്ലേ, ആ നായ അവിടേക്ക് വരുന്നു. കൂടെ നമ്മുടെ ചാർലിയും, അതായത് ഒടിയൻ വന്ന് ഇവരെ എല്ലാവരെയും കൊല്ലുന്നിടത്താണ് ഈ ഒരു സീൻ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു സീൻ കൂടി നമ്മളെ കാണിക്കുന്നു. ഒരാളാകട്ടെ നമ്മുടെ ചാത്തനായ മൈക്കിളിനോട് വന്ന് സംസാരിക്കുകയാണ്. അയാൾ തന്റെ ഫോണിൽ ഒരു ഗുഹയുടെ ചിത്രമെടുത്ത് ചാത്തനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതും ആഴം കൂടിയതുമായ ഗുഹയാണ്. അടുത്തിടെ ഒരു കൂട്ടം പുരാവസ്തു ഗവേഷകർ അവിടേക്ക് പോയി. അവർക്കൊപ്പം ഒരു സന്യാസിയും ഉണ്ടായിരുന്നു. ആൾക്കാരെ എല്ലാം ആ ഗുഹയിൽ വെച്ച് കാണാതെയായി. ബന്ധപ്പെട്ട ആൾക്കാർ വിവരം അറിഞ്ഞിട്ട് പട്ടാളത്തിന്റെ സഹായത്തോടുകൂടി ഇതെല്ലാം തന്നെ അന്വേഷിച്ചെങ്കിലും ഗവേഷകരുടെ സംഘത്തിൽ നിന്ന് ആരെയും കിട്ടിയില്ല. സന്യാസിയെ മാത്രം ജീവനോടെ കിട്ടി. ഗുഹയുടെ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ ആ സന്യാസി ഗവേഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനപ്പുറത്തേക്ക് പോകരുതെന്ന്. എന്നാൽ ബാക്കി എല്ലാവരും പോവുകയും അവരെ കാണാതാവുകയും ചെയ്തതാണ്. അന്വേഷണത്തിനിടയിൽ ഗവേഷകരുടെ ഒരാളുടെ കയ്യിൽ നിന്നും വീണുപോയ ഒരു ക്യാമറയിൽ നിന്നും ഒരു ഫോട്ടോ പട്ടാളം കണ്ടെടുത്തു. ആ ചിത്രവും ചാത്തനെ കാണിച്ചിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് ഇത് നീയാണോ എന്ന്. ചാത്തന്റെ അതേ ഫേസ് കട്ടുള്ള ഒരാളുടെ ഫോട്ടോ ആയിരുന്നു അത്. ചാത്തനേക്കാൾ കുറച്ചുകൂടി മുടിക്ക് നീളമുണ്ട്. ഇത് താനല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്ന് അയാൾ ചാത്തനോട് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ചാത്തൻ പറയുന്നത് കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 389 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന്. അതിനുശേഷം ചാത്തന്മാർ വരുമെന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. ലോകയുടെ സെക്കൻഡ് പാർട്ട് ചാത്തന്മാരെ പറ്റിയുള്ള കഥകളാണെന്ന് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോക ചന്ദ്ര ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന മൂവിയുടെ സ്റ്റോറി ഇവിടെ അവസാനിച്ചെങ്കിലും ഇതിന്റെ തുടക്കത്തില് ടൈറ്റിൽ കാർഡ്സിൽ ചില വിഷ്വൽസ് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടി കണ്ടാൽ മാത്രമേ ഈ ഒരു മൂവി പൂർണ്ണമാവുകയുള്ളൂ. എന്തായാലും ഇതുവരെയുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടെന്ന് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.